ഇസ്രയേൽ പണ്ടേ ലോകതെമ്മാടിയായിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. ലോകത്ത് സാധാരണഗതിയിലുള്ള ഒരു മര്യാദയും പാലിക്കേണ്ടതില്ല എന്ന നിലപാട് അംഗീകരിച്ചു പോകുന്ന ഒരു രാഷ്ട്രമാണ്. എന്തുമാകാം, അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന ധിക്കാരപരമായ സമീപനമാണ് എല്ലാ കാലത്തും ഇസ്രയേൽ സ്വീകരിച്ചിട്ടുള്ളത്. അത്തരമൊരു ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നില്ല. അത് നമ്മുടെ ലോകസമാധാനത്തിന് അങ്ങേയറ്റം ഭീഷണമായ അന്തരീക്ഷമാണ് ഉണ്ടാക്കുക. അപ്പോൾ സമാധാനകാംക്ഷികളായ എല്ലാവരും ഇതിനെ എതിർക്കാനും അപലപിക്കാനും തയ്യാറാകണം എന്നതാണ് പൊതുവെ പറയാനുള്ളത്. ആക്രമണം പതിവാക്കിയ ഒരു രാഷ്ട്രത്തെ തെമ്മാടി രാഷ്ട്രം എന്നല്ലാതെ മറ്റെന്ത് പേരിട്ട് വിളിക്കും? ഗാസയെ ശവപ്പറമ്പാക്കിയ പിഞ്ചു കുഞ്ഞുങ്ങളുടെ നിലയ്ക്കാത്ത നിലവിളികളിൽ ആനന്ദം കണ്ടെത്തുന്ന സയണിസ്റ്റ് ക്രൂരതയ്ക്ക് മറ്റെന്ത് പേരാണ് യോജിക്കുക? മധ്യേഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇസ്രായേൽ നടത്തുന്ന നരവേട്ട എല്ലാ അതിർവരമ്പുകളും ഭേദിക്കുകയാണ്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പേരിട്ട് ഇസ്രായേൽ ഇറാന് മേൽ നടത്തിയ ആക്രമണം പശ്ചിമേഷ്യയെ യുദ്ധഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ആണവായുധം പ്രയോഗിക്കുമെന്ന് പറഞ്ഞ് ഇസ്രായേൽ നടത്തിയ കടന്നാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇറാന്റെ സൈനിക മേധാവി അടക്കമുള്ളവരാണ്. അമേരിക്കയുടെ പിന്തുണയില്ലാതെയാണ് ഇസ്രായേൽ ഇത്രയൊരു ആക്രമണം നടത്തിയെന്ന് വിശ്വസിക്കാൻ തക്ക വിഡ്ഢികളല്ല ലോകജനത. ഒരു പ്രകോപനവുമില്ലാതെ ഇറാന് മേൽ നടത്തിയ ആക്രമണം ലോക സമൂഹത്തിന്റെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. പലസ്തീൻ അനുകൂല പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്ന് ഇസ്രായേലിന്റെ ചോരക്കൊതിക്കൊപ്പമാണ് തങ്ങളെന്ന് മോദി സർക്കാർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഇറ്റുവീഴുന്ന ചോര നക്കി കുടിക്കുന്ന വേട്ടക്കാരുടെ മനസ്സല്ല, മുറിവുണക്കുന്ന മഹാമാനവികതയുടെ മനസ്സാണ് ലോകവും രാജ്യവും ആവശ്യപ്പെടുന്നത്. ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് നയതന്ത്ര വിദഗ്ധൻ ടി.പി. ശ്രീനിവാസൻ, വിദേശകാര്യ വിദഗ്ധരായ ജോസഫ് ആന്റണി, ഡോക്ടർ എം ഷിനാസ് എന്നിവരാണ്. സ്വാഗതം. ശ്രീ ടി.പി. ശ്രീനിവാസൻ, ഒരുപക്ഷെ ആണവ കരാറുമായി ബന്ധപ്പെട്ട്, ആണവ വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി നിലവിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇറാൻ. ഇതിനിടെ ഇന്ന് ഒരു പ്രകോപനവും ഇല്ലാത്ത ഒരു ആക്രമണം, അത് ഏകപക്ഷീയമാണ്. അതിനെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല. നമുക്കറിയാം, ഗാസയെ നരകത്തിനും അപ്പുറമാക്കിയ ഇസ്രായേലിൻ്റെ മനസ്സ് അത് ഇറാനു മേൽ വന്നിരിക്കുന്നു. മധ്യേഷ്യയിൽ ആധിപത്യം നേടാൻ നടത്തുന്ന ഈ ശ്രമം, ഇന്ന് നടത്തിയ ഈ ആക്രമണം എങ്ങനെ ന്യായീകരിക്കാനാകും? താങ്കളുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കാം ഇന്നത്തെ ആക്രമണത്തിന്റെ ലക്ഷ്യം? ഇത് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാവുന്നതല്ല ഒരു തരത്തിലും ഇതുപോലെയുള്ള ഒരു ആക്രമണം. പക്ഷെ ഇതിനൊരു വലിയ ഒരു കഥയുണ്ട്. വർഷങ്ങളോളം ഞാൻ വിയന്നയിൽ അറ്റോമിക് എനർജി കമ്മീഷനിൽ വർക്ക് ചെയ്യുന്ന കാലത്തെ ഉള്ളതാണ്. അപ്പോൾ അതിന്റെ ഈ ഒരു NPT സൈൻ ചെയ്ത ഒരു രാജ്യമാണ് ഇറാൻ. അപ്പൊ ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ ഉത്തരവാദിത്തങ്ങൾ ഇല്ലാത്തത് നമ്മളത് സൈൻ ചെയ്യാത്തത് കൊണ്ടാണ്. പക്ഷെ ഇറാൻ അത് സൈൻ ചെയ്തിട്ട്, NPT സൈൻ ചെയ്തിട്ട് സമാധാനപരമായ ആവശ്യത്തിനു വേണ്ടി ന്യൂക്ലിയർ പവർ ഉപയോഗിക്കുകയാണ് എന്നാണ് അവകാശപ്പെട്ടിരുന്നത്. പക്ഷെ അറ്റോമിക് എനർജി കമ്മീഷൻ, അറ്റോമിക് എനർജി ഏജൻസി വിയന്നയിലുള്ളവർ അവിടെ ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ തവണ ഇൻസ്പെക്ഷൻ നടത്തുമ്പോഴും അവർക്ക് തോന്നുന്നത് എന്തൊക്കെയോ ആക്ടിവിറ്റീസ് അവിടെ ഇല്ലെജിറ്റിമേറ്റ് ഉണ്ട് എന്നായിരുന്നു. അപ്പോൾ അത് തുടർന്നുകൊണ്ടിരുന്നപ്പോഴാണ് ആദ്യമായിട്ടൊരു എഗ്രിമെന്റ് എത്തിയത്. ചില യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനുമായി ഒരു എഗ്രിമെന്റിൽ എത്തുകയും 15 വർഷത്തേക്ക് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയില്ല എന്ന് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. ആ സമയത്താണ് ഡൊണാൾഡ് ട്രംപ് ആദ്യത്തെ ടേമിൽ പ്രസിഡന്റ് ആയത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ട് ഈ 15 years എന്നാണ്? പെർമനന്റ് ആയിട്ട് അവർ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിൽ നിന്ന് വിഡ്രോ ചെയ്തു. അപ്പോ അതിന് വിഡ്രോ ചെയ്യുന്ന അർത്ഥം ഇറാനെതിരായിട്ട് സാങ്ഷൻസ് ഉണ്ടാകും. അപ്പൊ സാങ്ഷൻസ് ശക്തമായതോടുകൂടി ഇറാൻ വീണ്ടും ഒരു കരാറിന് തയ്യാറായി. ഇത്തവണ അമേരിക്കയും ഇറാനും ഡയറക്റ്റ് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു, ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുകയായിരുന്നു ഒമാനിൽ വെച്ച്. അപ്പോൾ ആദ്യം നമുക്ക് കേട്ടിരുന്നത് ഒരു എഗ്രിമെന്റിലേക്ക് അവർ നീങ്ങുകയാണെന്നാണ്. ഈ സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്. ആദ്യം അമേരിക്ക ഞങ്ങൾക്കിതിൽ കാര്യമില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് ലെറ്റ് us do this first now, let us do it now when we can do it എന്ന് പറഞ്ഞ് അമേരിക്കയുടെ കമ്മിറ്റ്മെന്റ് കൂടെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ എങ്ങനെയെങ്കിലും ഈ നറ്റാൻസിലുള്ള എൻറിച്ച്മെന്റ് പ്ലാന്റ് തകർക്കണം എന്നായിരുന്നു ഇസ്രായേലിന്റെ ആഗ്രഹം. അത് അവർ നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയല്ല, അവരുടെ ജനറൽസിനെയും അതുപോലെ സയന്റിസ്റ്റിനെയും അവർ വധിച്ചതായിട്ടും കേൾക്കുന്നു. അപ്പൊ ഇനി എന്താണ് നടക്കുക എന്ന് നമുക്കറിയില്ല. കാരണം ഡയറക്റ്റ് ആയിട്ട് അമേരിക്ക ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. ഇസ്രായേൽ ഈ ബോംബിങ് കഴിഞ്ഞിട്ട് ഇനി ഇവരെന്ത് ചെയ്യും, തിരിച്ചടിക്കുന്നതിൻ്റെ ആയിരിക്കുമെന്ന് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ആശങ്കയുണ്ട്, ഇതൊരു വലിയ യുദ്ധമായി മാറുമോ എന്ന് ലോകത്തിനെല്ലാം ആശങ്കയുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ശ്രീ TP ശ്രീനിവാസൻ, ഇപ്പോൾ ജോസഫ് ആന്റണി കൂടി ചേരുകയാണ്. ശ്രീ ജോസഫ് ആന്റണി, ഒരുപക്ഷെ ഒമാനിൽ അവിടെ ചർച്ച നടക്കുകയാണ് ആണവ വിഷയവുമായി ബന്ധപ്പെട്ട്. ആ ചർച്ചയ്ക്കിടെയാണ് ഇത്തരത്തിൽ അമേരിക്കയാണ് ചർച്ചയ്ക്ക് മുൻകൈയെടുത്ത് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചർച്ച നടക്കുന്നു. ഇന്ന് തന്നെ ഏറ്റവും ഒടുവിലായി വാർത്ത വരുമ്പോൾ ഇന്ത്യയിലെ ഇസ്രായേൽ വക്താവ് പറഞ്ഞത് ഓപ്പറേഷൻ റൈസിംഗ് സണ്ണിനെ കുറിച്ച് ഞങ്ങൾക്കറിയാമായിരുന്നു, പക്ഷേ ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിലായി ട്രംപ് പറയുന്നു അത് ആണവ കരാറിലേക്ക് ഒപ്പിടുന്നതിലേക്ക് വന്നില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഇറാൻ നേരിടേണ്ടി വരും. അതായത് മുൻവിധികളുണ്ട്, കൃത്യമായ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. നേരത്തെ തന്നെ സൂചനകളുണ്ട്, വളരെ കൃത്യമായ പ്ലാൻ അമേരിക്കക്കറിയാം, ഇസ്രായേലിനും അറിയാം. അവർ കരുതിക്കൂട്ടി നടത്തിയ ആക്രമണം നമുക്കറിയാം. നേരത്തെ ഫക്രസാദിൻ്റെ അടക്കമുള്ള കൊലപാതകങ്ങൾ, ആ ഇറാൻ്റെ ആണവ മേഖലയുമായി ബന്ധപ്പെട്ട വിദഗ്ധരെ അടക്കം കൊന്നുകൊണ്ട് ഏറ്റവും ഒടുവിലായി നഥാൻസ് എന്ന് പറയുന്ന ഇറാൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ആണവ സമ്പുഷ്ടീകരണ മേഖലയാണ്, സ്ഥലമാണ്. അതുകൂടി തകർത്തതോടുകൂടി ഇറാനെ കൃത്യമായ ഒരു സമ്മർദ്ദത്തിലാക്കുക എന്ന തരത്തിലേക്ക് വരികയും ചെയ്തു. എവിടെയാണ് ഈ ചർച്ചകളുടെ ഒരു സംഗതി എന്ന് പറയുന്നത്? എന്തിനാണ് ചർച്ചകൾ? അമേരിക്ക എന്തിന് ചർച്ച നടത്തുന്നു? ഇങ്ങനെ കടന്നാക്രമണം നടത്തുകയാണെങ്കിൽ എന്തിനാണ് ചർച്ചകൾ? ഞാനതിൻ്റെ ഒരു ഇച്ചിരി ചരിത്രം കൂടെ പറയാം. വാസ്തവത്തിൽ ഈ കളി കളിക്കുന്നത് പിന്നെ അമേരിക്കയും ഇസ്രായേലും കൂടിച്ചേർന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് നമ്മളൊരു കുറച്ച് പുറകിലോട്ട് പോയാൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. 1960 അമേരിക്ക മനസ്സിലാക്കുന്നത് ഇസ്രായേൽ രഹസ്യമായി ആണവ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നു എന്ന്. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് അന്ന് ഫ്രാൻസിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഇസ്രായേൽ ആണവ സാങ്കേതികവിദ്യ വികസിപ്പിച്ചുകൊണ്ടിരുന്നത്. 1960 കണ്ടെത്തുമ്പോൾ ഐസനോവർ ആയിരുന്നു പ്രസിഡൻറ്റ്. ഐസനോവർ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഈ ആണവ സാങ്കേതിക വിദ്യ എന്താണ്, പിന്നെ ആയുധം ബോംബുണ്ടാക്കാനാണോ ശ്രമിക്കുന്നത് വെച്ചപ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് ബെൻഗൂറിയൻ പറഞ്ഞു, ഇപ്പോൾ ഇറാൻ പറയുന്ന മറുപടി അന്ന് ബെൻഗൂറിയൻ ഐസനോവറിനോട് പറഞ്ഞു, ഞങ്ങൾ സമാധാനപരമായ കാര്യത്തിനാണ് ഇത് വെക്കുന്നതെന്ന് പറഞ്ഞു. അമേരിക്കയ്ക്ക് അറിയാം ഇത് സമാധാനപരമായ കാര്യത്തിനല്ല എന്ന് നല്ലപോലെ അറിയാമായിരുന്നു. പക്ഷേ എങ്കിലും അങ്ങനൊരു മറുപടിയാണ് അന്ന് പറഞ്ഞത്. നമ്മൾ നോക്കൂ, 1967 ആയപ്പോൾ ആണവ ബോംബ് ഉണ്ടാക്കാനുള്ള എല്ലാ പരീക്ഷണങ്ങളിലും അവർ വിജയിച്ചു കഴിഞ്ഞു. ആണവ ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി ടെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ 1967 വീണ്ടും അമേരിക്ക മനസ്സിലാക്കുന്നു ഇസ്രായേൽ ആണവ ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന്. ആണവ ബോംബ് ഇസ്രായേലിൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അമേരിക്കയുടെ കാപട്ടി ഞാൻ പറയാൻ പോകുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കാപട്ടി മിക്കത്തരം കാര്യങ്ങളിലുള്ള ഈ തിരിച്ചറിവ് വെച്ചുകൊണ്ടാണ് ഈ നമ്മുടെ അംബാസഡർ നേരത്തെ പറഞ്ഞ കണക്ക് ഈ ന്യൂക്ലിയർ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിക്കുള്ള പരിപാടികൾ 1968 തുടങ്ങുമ്പോൾ 1968 ഈ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റിയുടെ പരിപാടികൾ തുടങ്ങുമ്പോൾ അമേരിക്കയ്ക്ക് അറിയാം ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവ ബോംബ് ഉണ്ട് എന്നുള്ളത്. എന്നാൽ ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവ ബോംബുണ്ട് എന്ന് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെല്ലാം ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവ ബോംബ് ഉണ്ടോ എന്നറിഞ്ഞിരുന്നെങ്കിൽ ഒപ്പിടുമായിരുന്നില്ല എന്ന് ഉറപ്പ് സംശയമില്ലാത്ത കാര്യമില്ല. അപ്പോൾ അതായത് ഈ കാപട്യങ്ങൾ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇസ്രായേലിനെ സഹായിക്കുക എന്നുള്ള നയം ഈ അമേരിക്കൻ ഭരണകൂടം സ്വീകരിച്ചതിൻ്റെ കൂടി ഫലമായിട്ടാണ് NPTയിൽ ഒപ്പിടാതെ തന്നെ ആണവ രാഷ്ട്രമായി ഇസ്രായേൽ മാറി. ഇനി നമ്മൾ കുറച്ചുകൂടെ മുമ്പിലോട്ടൊന്ന് നോക്കൂ. ഇപ്പോഴത്തെ സംഘർഷത്തിൻ്റെ യഥാർത്ഥ കാരണക്കാരനാരാ? ഇപ്പോഴത്തെ സംഘർഷത്തിൻ്റെ യഥാർത്ഥ കാരണക്കാരൻ വാസ്തവത്തിൽ ട്രംപാണ്. 2015 ഇറാൻ ആണവ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒബാമയുടെ നേതൃത്വത്തിൽ, അന്ന് അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ഒബാമയുടെ നേതൃത്വത്തിൽ ഇറാനുമായി ചർച്ച നടന്നു. ഇറാനും ഈ പഞ്ചമഹാശക്തികൾ എന്ന് പറയുന്ന ബാക്കിയുള്ള രാജ്യങ്ങൾ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി കൂടെ ചേർന്നു. എല്ലാം കൂടി ചേർന്നിട്ട് ഒരു കരാറുണ്ടാക്കി. JCPOA എന്ന് പറയുന്ന കരാർ 2015 ഉണ്ടാക്കി. ആ 2015 കരാർ പ്രകാരം അവർ പറഞ്ഞു, ഞങ്ങൾ ആണവ ബോംബ് ഞങ്ങളുടെ പദ്ധതിയല്ല, സമാധാനപരമായിട്ടുള്ള ആണവ വികസനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ എഗ്രിമെൻറ്റിൽ വരികയും ഈ എൻറിച്ച്ഡ് യുറേനിയം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക്, റഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ 2015 മുതൽ സമാധാനപരമായി ഈ കാര്യങ്ങളെല്ലാം പോവുകയും ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഏജൻസികൾ വന്ന് പരിശോധന നടത്തുകയും
അവരിത് എല്ലാ പരിശോധനകളിലും അവർ ഈ എഗ്രിമെൻ്റ് അനുസരിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുമ്പോഴാണ് 2017 ട്രംപ് അധികാരത്തിൽ വരുന്നത്. ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ നമുക്കറിയാം ട്രംപിൻ്റെ അന്നത്തെ നയങ്ങളെ പ്രത്യേകിച്ച് ഇസ്രായേലുമായി ബന്ധപ്പെട്ട നയങ്ങളെ സ്വാധീനിച്ചിരുന്നത് ട്രംപിൻ്റെ മരുമകൻ യഹൂദ വംശനായിട്ടുള്ള കുഷ്ണറായിരുന്നു. അപ്പോൾ കുഷ്ണറിൻ്റെ കൂടി നിർബന്ധത്തിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? 2015 ഒബാമയും ഈ യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന് ഒപ്പിട്ട് കഴിഞ്ഞ ഈ JCPOA എന്ന് പറയുന്ന ഇറാൻ ആണവ കരാറിൽ നിന്ന് 2018 ഇദ്ദേഹം പിന്മാറി. ആര് പിന്മാറി? ട്രംപ് പിന്മാറി. അങ്ങനെ ആണവ കരാറിൽ നിന്ന് പിന്മാറിയ ട്രംപാണ് ഇപ്പോൾ വീണ്ടും ഇറാൻ ആണവ കരാറിൽ ഒപ്പിടണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് 60 ഏപ്രിൽ മാസം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ 60 ദിവസം തരികയാണ്. ഈ 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കണ്ടില്ലെങ്കിൽ 61ാമത്തെ ദിവസം നിങ്ങൾ വിവരം അറിയും എന്ന്. ഈ 5 റൗണ്ട് ചർച്ചകൾ നടന്നു. ഈ 5 റൗണ്ട് ചർച്ചകളിൽ ഇറാൻ അമേരിക്കൻ ഭരണകൂടത്തോട് പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആണവ ശക്തി ആ സമാധാന ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും ആ അവകാശമുണ്ട്. ആ അവകാശം ഞങ്ങൾക്കും തരണം. എന്നിട്ട് അവർ പറഞ്ഞു, അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പ്രധാനമായി പറഞ്ഞൊരു കാര്യമുണ്ട്, നോ എൻറിച്ച്മെൻറ്റ് നോ ഡീൽ. എൻറിച്ച്മെൻറ്റ് നടത്താനുള്ള അവകാശം ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ കരാറില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. അങ്ങനെ 5 റൗണ്ട് കരാർ ഈ ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം ഈ ഞായറാഴ്ച 15-ാം തീയതി വീണ്ടും ചർച്ചകൾ നടക്കാനിരിക്കവെയാണ് വാസ്തവത്തിൽ ഇറാനെതിരായിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു, അത് ഒരു സമവായത്തിലേക്കോ ഒരു എഗ്രിമെൻറ്റിലേക്കോ എത്താനുള്ള സാഹചര്യം നിൽക്കവെയാണ് ഈ ട്രംപ് നേരത്തെ പറഞ്ഞ 60 ദിവസം അവസാനിക്കുന്ന ഇന്നലെ അവർ ആക്രമണം ആയിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്ത് കാര്യത്തിനാണ്? അതായത് ലോകത്തിൻ്റെ മുമ്പിൽ ആണവായുധങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ആണവായുധം ഉണ്ടോ ഇല്ലയോ എന്ന് പറയാതെ ലോകത്തെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഈ ഇറാനെതിരെ നടപടിയെടുക്കാൻ എന്താ അവകാശം? അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇറാൻ്റെ കയ്യിൽ ആണവായുധമുണ്ട്. അങ്ങനെ ആണവായുധമുള്ള ഒരു രാജ്യം എന്തുകൊണ്ടാണ് ആണവ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നത്? കാരണം ഇസ്രായേലിൻ്റെ കയ്യിൽ ആണവായുധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇറാനെ പോലെ രാജ്യങ്ങൾക്കല്ലേ അതിൻ്റെ ഒരു ഭയമുള്ളത്. ഇപ്പം നമ്മളുൾപ്പെടെ നമ്മൾ 1998 ആണവായുധം ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അമേരിക്കയ്ക്ക് ഒരു കത്തയച്ചപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ചൈന, ആണവായുധമുള്ള രാജ്യമായ ചൈന നമ്മുടെ അയൽപക്കത്തുണ്ട്, ഞങ്ങളുമായിട്ട് യുദ്ധങ്ങൾ നടന്നിട്ടുള്ള രാജ്യമാണ്, അതുകൊണ്ട് ഞങ്ങൾ ആണവായുധം വികസിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അതുപോലെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം 1967 മുതൽ, അത് മനസ്സിലാക്കേണ്ട കാര്യം 1979 ദക്ഷിണാഫ്രിക്കയിൽ അന്നത്തെ വർണ്ണവെറിയൻ ഭരണകൂടത്തിൻ്റെ ഒത്താശയോട് കൂടിയിട്ടാണ് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ് ആണവ പരീക്ഷണം നടത്തിയത്. എന്ന് പറഞ്ഞാൽ അന്ന് ഈ വർണ്ണവെറിയുടെ കാര്യത്തിൽ ഇസ്രായേലിനെയും അന്നത്തെ സൗത്ത് ആഫ്രിക്കൻ ഗവൺമെൻറ്റിനെയും മാറ്റി നിർത്താൻ കഴിയത്തില്ല. അപ്പോൾ അങ്ങനെ ഈ ആണവായുധം കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന് എന്ത് അവകാശമാണുള്ളത് ആണവായുധ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്ന രാജ്യത്തെ ആക്രമിക്കാൻ? അങ്ങനെ ആക്രമിക്കുന്നതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അന്തർദേശീയ തലത്തിൽ ചെയ്യാം, ഞങ്ങൾക്കത് ഗാസയിലെ വംശഹത്യയാവട്ടെ, അന്തർദേശീയ നിയമങ്ങൾക്ക് പുല്ലുവില പോലും കൊടുക്കാതിരിക്കുന്ന അവസ്ഥയാവട്ടെ, എന്തുമായാലും ഞങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ ആളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് തരത്തിലുള്ള കാര്യവും കാണിക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണമല്ലേ? അതായത് ഇറാൻ്റെ സൈനിക മേധാവികളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നു, ഇറാൻ്റെ ആണവ ശാസ്ത്രജ്ഞരെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്നു. അങ്ങനെ നിരന്തരമായി, അതായത് ഒരു രാജ്യത്തിനുള്ളിലേക്ക് കടന്നു കയറി ആ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ആണവ വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമത്തിന് എന്ത് ന്യായീകരണമാണുള്ളത്? സ്വന്തമായിട്ട് ആയുധം, അതും രഹസ്യമാക്കി വെച്ചിരിക്കുന്ന, പ്രഖ്യാപിക്കാതെ വെച്ചിരിക്കുന്ന ആണവായുധം ഉള്ള ഒരു രാജ്യം ആണവ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്ന ഇറാനെ പോലുള്ള രാജ്യത്തിനെ ആക്രമിക്കാൻ എന്ത് ധാർമ്മികമായ അവകാശമാണുള്ളത്? താങ്കൾ പറഞ്ഞത് തന്നെയാണ്, ആ ധാർമ്മികതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ടി.പി. ശ്രീനിവാസൻ, ഒരുപക്ഷെ NPT-യിലേക്ക് തന്നെ തിരികെ വന്നു കഴിഞ്ഞാൽ NPT എന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷെ ഇറാന് തോന്നിയിട്ടുണ്ടാകണം, ഈ ആണവ നിർവ്യാപന കരാർ എന്ന് പറയുന്നതിന് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചമച്ചതാണ് എന്ന് തന്നെ പറയാം. ഈ നേരത്തെ ജോസഫ് ആന്റണി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ എന്തുകൊണ്ട് യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ കഴിയുന്നില്ല, സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ഞങ്ങൾക്ക് നടത്തേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ നേരത്തെ ജോസഫ് ആന്റണി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഞങ്ങൾ ആണവശക്തിയാണ്, നിങ്ങൾ സമാധാനത്തിനായാലും അല്ലെങ്കിൽ പോലും ആണവ സമ്പുഷ്ടീകരണം നടത്തേണ്ടതില്ല, യുറേനിയം സമ്പുഷ്ടീകരണം നടത്തേണ്ടതില്ല എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു ന്യായമുണ്ട്. അത് അമേരിക്കയുടെ ആ ന്യായം ശരിയല്ല എന്ന് തന്നെയാണ് ലോകരാജ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യം, അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഇറാൻ ഒരു പ്രകോപനം ഉണ്ടാക്കിയാൽ പോലും, ഒരു ആക്രമണം നടത്തിയാൽ പോലും അതിനെ കൂടി ന്യായീകരിക്കേണ്ടി വരുന്ന സാഹചര്യം. പക്ഷെ ഒരു കാര്യം ശ്രീ ആന്റണി പറയാത്തത്, ഇസ്രയേൽ NPT ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതാണ്.
ഇസ്രയേലും ഇന്ത്യയും പാകിസ്ഥാനും മാത്രമാണ് NPT ഒപ്പിടാത്തത്. അപ്പൊ അങ്ങനെ നമ്മളൊരു ഗ്രൂപ്പ് പോലെ ഞാൻ വിയന്നയിൽ അംബാസിഡർ ആയിരിക്കുമ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഈ നോൺ NPT കൺട്രീസിന്റെ പൊസിഷൻ ഡിസൈഡ് ചെയ്യുന്നത്. മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ആർ ഇസ്രായേലി ആൻഡ് പാകിസ്ഥാനി അംബാസിഡേഴ്സ്. ഒരു പെക്യുലിയർ സിറ്റുവേഷൻ. മറ്റ് രാജ്യങ്ങളിലൊന്നും ഞങ്ങൾ അങ്ങനെ പ്രവർത്തിക്കാറില്ല. പക്ഷെ IAEA ഇന്ത്യയും ഇസ്രയേലും പാകിസ്ഥാനും ചേർന്നുകൊണ്ടാണ് NPT കാര്യങ്ങൾ തീരുമാനമെടുത്തിരുന്നത്. അപ്പൊ ഇസ്രയേൽ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല അവർക്ക് വെപ്പൺസ് ഉണ്ടെന്ന്. പക്ഷെ ഉണ്ടെങ്കിൽ പോലും NPT ഒപ്പിടാത്തത് കൊണ്ട് അവരെ റിസ്ട്രെയിൻ ചെയ്യാൻ സാധ്യമല്ല. അതുപോലെയാണ് ഇന്ത്യയും. നമ്മളെ റിസ്ട്രെയിൻ ചെയ്യാൻ നമ്മളെ സമ്മതിച്ചില്ലല്ലോ. ഈ ന്യൂക്ലിയർ അഗ്രിമെന്റ് അമേരിക്കയായിട്ട് വരുന്നവരെ നമ്മൾ അത് കൺസീൽഡ് ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോ ഇസ്രയേൽ പറയുന്നത് ഞങ്ങൾ NPT ഒപ്പിട്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇറാൻ NPT ഒപ്പിട്ട രാജ്യമാണ്. അപ്പോൾ ഒപ്പിട്ട രാജ്യമാണെങ്കിൽ അതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടാണ് അറ്റോമിക് എനർജി ഏജൻസിക്ക് അവിടെ വിസിറ്റ് ചെയ്യാനും ഇവരുടെ എൻറിച്ച്മെന്റ് പ്ലാന്റ് കണ്ടുപിടിക്കാനും അത് കാണാനും ഒക്കെയുള്ള സൗകര്യം കൊടുത്തത്. അപ്പോൾ പക്ഷെ എല്ലാ തവണയും ഓരോ തവണയും ഇൻസ്പെക്ഷൻ കഴിഞ്ഞു വരുമ്പോൾ IAEA ഇൻസ്പെക്ടേഴ്സ് പറയുന്നത് ഓക്കെ, കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ ഇന്ന ലാക്യൂന ഇതിനകത്തുണ്ട്, അതുകൊണ്ട് ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്നില്ല എന്ന് ഞങ്ങൾക്ക് സർട്ടിഫൈ ചെയ്യാൻ കഴിയുകയില്ല എന്ന് കഴിഞ്ഞ 10-20 വർഷമായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവിടെയാണ് പ്രശ്നം. ഇപ്പോൾ ഉള്ള പ്രൊവോക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഒമാനിൽ ചർച്ച നടക്കുന്ന സമയത്ത് തന്നെ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഗവേണിംഗ് ബോർഡ് ഓഫ് ഗവർണേഴ്സ്, ഞാൻ അതിന്റെ പെർമനന്റ് മെമ്പർ ആയിരുന്നു ഒരു കാലത്ത്, അവർ തീരുമാനിച്ചിരിക്കുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ കൂടുതൽ എൻറിച്ച്മെന്റ് ചെയ്യുന്നു, അവർക്ക് അനുവദിച്ചിട്ടുള്ള പീസ്ഫുൾ യൂസസ് ഓഫ് ന്യൂക്ലിയർ പവറിനുള്ള അനുവദിച്ചിട്ടുള്ള നിലവിൽ നിന്ന് കൂടുതൽ അവർ നടത്തിയിരിക്കുന്നു എന്ന് IAEA ഇൻസ്പെക്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് IAEA's ഗവേണിംഗ് ബോർഡ് വീണ്ടും പരിശോധിക്കണമെന്ന് ചർച്ച ചെയ്യണമെന്നും പറഞ്ഞപ്പോഴാണ് ഇറാൻ ഫൈനലി അമേരിക്കയോട് ഒരു കരാർ ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ആ കരാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട് വീണ്ടും ബലം പ്രയോഗിച്ച് തന്നെ ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആകാതിരിക്കാനാണ് ഇസ്രയേലും അമേരിക്കയും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കാര്യം പറഞ്ഞാൽ തന്നെ ഇറാനിന്റെ ഈ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ അവരോട് പറയാറുള്ളത്, നിങ്ങൾക്ക് ചില ഓബ്ലിഗേഷൻ NPT അനുസരിച്ചുണ്ട്, ഞങ്ങൾക്കതില്ല. അതുകൊണ്ട് ഞങ്ങൾ ന്യൂക്ലിയർ കേപ്പബിലിറ്റി വളർത്തുന്നു. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും NPTയുടെ വയലേഷനായി മാറും. അപ്പൊ NPTയുടെ വയലേഷൻ ആണെങ്കിൽ അവർക്കെതിരായിട്ട് സാങ്ഷൻസ് ഉണ്ടാകാം, ക്ലാഷസ് ഉണ്ടാകാം, അവർക്ക് മെറ്റീരിയൽ ഡിനൈ ചെയ്യാം. അതൊക്കെ അംഗീകരിച്ചിട്ടുള്ളതാണ് ലോകത്ത്. അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ഇറാനെതിരായിട്ട് സാങ്ഷൻസ് ഉണ്ട്, അമേരിക്കൻ സാങ്ഷൻസ്. അത് കാരണം ഇവര് എൻറിച്ച്മെന്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോ ഈ ന്യൂക്ലിയർ ഇന്റർനാഷണൽ ഏജൻസിയുടെ ഇൻസ്പെക്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തതിന്റെ ബേസിസിലാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിന് ഇസ്രായേലിന് അങ്ങനെയുള്ള അധികാരമൊന്നുമില്ല. പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾക്ക് സംരക്ഷിക്കണമെങ്കിൽ ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അറ്റോമിക് എനർജി ഏജൻസിക്ക് അത് ഡിക്ലെയർ ചെയ്യാൻ കഴിയുന്നില്ല, ഇവർക്ക് ന്യൂക്ലിയർ വെപ്പൺ കേപ്പബിലിറ്റി ഇല്ല എന്ന് അവർ സർട്ടിഫൈ ചെയ്യാത്തിടത്തോളം കാലം ഞങ്ങൾ അവരെ പ്രഷറൈസ് ചെയ്യും. ഇതാണ് ആർഗ്യുമെന്റ്. ശരി, ശ്രീ ഡോക്ടർ ഷിനാസ്, എന്തൊരു അനീതിയാണ്. അതായത് കരാറിൽ ഒപ്പിട്ട ഇറാൻ, NPTയിൽ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ട ഇറാൻ, അവർ കൃത്യമായി കണക്കുകൾ, കാര്യങ്ങളുണ്ട്, വസ്തുതകൾ വെളിച്ചത്താണ്. ഒരു കരാറും ഒരു വ്യവസ്ഥകളുമില്ലാത്ത, എത്ര ആണവായുധങ്ങൾ കയ്യിലുണ്ടെന്ന് പറയാൻ കഴിയാത്ത ഇസ്രായേൽ, ആണവ ശക്തിയായി നിലനിൽക്കുന്ന അമേരിക്ക, അവർ ഏകപക്ഷീയമായി തന്നെ ആക്രമിക്കുകയാണ് ഇറാനെ. എന്നിട്ട് പറയുന്നു നിങ്ങൾ കരാറിൽ ഒപ്പിട്ടതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമാക്കി പറയണം, വീണ്ടും കരാർ കൂടുതൽ വ്യവസ്ഥകളിലേക്ക് വരികയും വേണം. ഇതാണ് അനീതി എന്ന് പറയുന്നത്. എന്തും ചെയ്യാം, അമേരിക്കയുടെ പിൻബലത്തോടു കൂടി ഇസ്രായേലിന് എന്തും ചെയ്യാമെന്ന തരത്തിലേക്ക് 2 വിഷയങ്ങളാണ് ഇവിടെ വരുന്നത്. ഒന്ന്, മധ്യേഷ്യയിൽ ഇസ്രായേലിന് വേണ്ടി വരുന്ന മേധാവിത്വം സ്ഥാപിച്ചെടുക്കുക, ഒപ്പം തന്നെ പിന്തുണയായി അമേരിക്കയുണ്ട്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഗാസയ്ക്കെതിരെ നടത്തിയ, പലസ്തീനെതിരെ നടത്തിയ ആക്രമണങ്ങൾ യാതൊരു തരത്തിലുള്ള നീതീകരണവുമില്ലാത്ത, ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതുപോലെ തന്നെ തെമ്മാടി രാഷ്ട്രം,
തെമ്മാടിത്തരമല്ലാതെ മറ്റെന്താണ് ഈ ഇസ്രായേലും അമേരിക്കയും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, കരാറിൽ ഏർപ്പെട്ട വ്യവസ്ഥകളുള്ളവർ ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെയാണ് സമ്പുഷ്ടീകരണം നടത്തുന്നത്, ഞങ്ങൾ ഈ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു. കരാറിൽ ഏർപ്പെടാത്തയാൾ, ഒരു വിവരവും പറയാത്തയാൾ ഏകപക്ഷീയമായി ആക്രമിക്കുന്നു. ചരിത്രപരമായി തന്നെ വലിയ വൈരമുള്ള രാജ്യങ്ങളല്ല ഒരുപക്ഷെ ഇറാനും ഇസ്രായേലും. ഈ പല ഘട്ടങ്ങളിലും മിസൈൽ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലും ഇറാനും സഹകരിച്ചൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന പുതിയ ലോകക്രമം, അമേരിക്കയുടെ കാലങ്ങളായുള്ള പോലീസ് ചമയൽ, അതിന് പിന്തുണ കൊടുക്കുന്ന ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്ന അമേരിക്ക, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഭയം മാത്രമല്ല, കൃത്യമായ ഏകപക്ഷീയമായ ആക്രമണം. അതെ, ഇപ്പോൾ ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ വളരെ പ്രത്യക്ഷമായ പരസ്യമായ മാടമ്പിത്തരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ 5 ഘട്ട ചർച്ചകൾ നടന്നു. 6ാം ഘട്ട ചർച്ച ഒമാനിൽ ഞായറാഴ്ച നടക്കാനിരിക്കുകയാണ്. ചർച്ചകൾ പൂർത്തീകരിച്ചിട്ടില്ല. ചർച്ചകൾ പരാജയമാണെന്നുള്ള വാർത്തകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിരുന്നു. അപ്പോൾ ഇസ്രായേൽ 6ാം ഘട്ട ചർച്ച നടക്കുന്നതിന് മുമ്പ് തന്നെ നതാൻസ് ഉൾപ്പെടെയുള്ള ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമായ നതാൻസ് ഉൾപ്പെടെയുള്ള 12 ആണവ ഫെസിലിറ്റീസിലാണ് ആക്രമണം നടത്തിയത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംയുക്ത സൈനിക മേധാവിയെ വധിച്ചു. അതുപോലെ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ കോപ്സിൻ്റെ മേധാവിയെ വധിച്ചു. അങ്ങനെ ഇറാനിയൻ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ വധിച്ചു. അത് മുമ്പ് ഫക്രിസാദയെ വധിച്ചിരുന്നു. അപ്പോൾ ഇത് വളരെ ഏകപക്ഷീയമായ ആക്രമണം. മാർക്കോ റൂബിയോ, സ്റ്റേറ്റ് സെക്രട്ടറി, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞത് ഇത് ഇസ്രായേൽ സ്വയം നടത്തിയ ഏകപക്ഷീയമായ യൂണിലാറ്ററൽ ആയിട്ടുള്ള ആക്രമണമാണ്, അമേരിക്കയ്ക്ക് പങ്കില്ല. തുടക്കത്തിൽ ട്രംപും പറഞ്ഞു. പക്ഷേ ഇസ്രായേലിലെ ടെൽ അവീവിൽ നിന്ന് ഇന്ന് പുറത്തു വന്ന പ്രസ്താവനയിൽ ഇസ്രായേലികൾ പറഞ്ഞത് എന്താണ്? വിത്ത് ഫുൾ ആൻഡ് കംപ്ലീറ്റ് കോർഡിനേഷൻ വിത്ത് അമേരിക്ക. ഈ ആക്രമണം നടത്തിയത് വിത്ത് ഫുൾ ആൻഡ് കംപ്ലീറ്റ് കോർഡിനേഷൻ വിത്ത് അമേരിക്ക. അമേരിക്കയ്ക്ക് ഇത് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാഖിൻ്റെ എംബസിയിൽ നിന്നും മറ്റ് നയതന്ത്ര കാര്യാലയങ്ങളിൽ നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞത്, ഒഴിപ്പിച്ചത്. ആസന്നമാണ് ആക്രമണം എന്ന് അമേരിക്കക്കറിയാം. ഇന്ന് BBC-യുടെ റിപ്പോർട്ടിലുണ്ട്, അമേരിക്ക ഈ ഗൾഫ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖ്യരാഷ്ട്രത്തെ ആക്രമണം മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്നുമുണ്ട്. അപ്പോൾ ഇന്ന് ട്രംപിൻ്റെ പ്രസ്താവന വരികൾക്കിടയിലൂടെ വായിക്കേണ്ട, വരികളിലൂടെ തന്നെ വായിച്ചു നോക്കൂ. എന്താണ് ട്രംപ് പറഞ്ഞത്? ഇസ്രായേൽ ആക്രമിച്ചു, ഇനി ഉടമ്പടിയിൽ ഒപ്പുവെക്കുക, അല്ലെങ്കിൽ ഇനിയുള്ള ആക്രമണം അതിഭീകരമായിരിക്കും, ക്രൂരമായിരിക്കും. ഇത് വലിയ തോതിലുള്ള ഭീഷണി നയതന്ത്രമാണ്. പിന്നെ മറ്റൊരു കാര്യം, നതാൻസ് പോലുള്ള അല്ലെങ്കിൽ ഈ സമാധാനപരമോ അല്ലെങ്കിൽ സമാധാനപരമല്ലാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ പോലും ഈ ആണവ കേന്ദ്രങ്ങളെ ഇതുവരെ ലോകത്തെ ഒരു രാജ്യവും അങ്ങനെ ആക്രമിച്ചിട്ടില്ല. ആക്രമിക്കാനുള്ള പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആണവ കേന്ദ്രങ്ങളെ പരസ്യമായും പ്രത്യക്ഷമായും നേർക്കുനേരെയും ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരാശിക്കെതിരെ ചെയ്യുന്ന കുറ്റകൃത്യമാണ്. അങ്ങനെ ആക്രമിക്കപ്പെട്ടാൽ ഇറാനിയൻ ഭരണകൂടം മാത്രമാണോ, ഇറാനിയൻ ജനത, അടുത്തുള്ള രാഷ്ട്രങ്ങളിലെ സമൂഹങ്ങളൊക്കെ ബാധിക്കില്ലേ? അതൊന്നും വകവെക്കാതെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുകയായിരുന്നു. അത് അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നതിന് ഇപ്പോൾ ഗാസ സീസ്ഫയർ, ഗാസ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ വന്നപ്പോൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഐക്യരാഷ്ട്രസഭയിൽ 5 സ്ഥിരാംഗങ്ങളുണ്ട്, 10 നോൺ പെർമനന്റ് മെമ്പേഴ്സുമുണ്ട്. 14 അംഗങ്ങൾ ഗാസയിൽ നിരുപാധികമായ അടിയന്തരമായ വെടിനിർത്തൽ വേണമെന്ന ആവശ്യത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ അമേരിക്ക മാത്രമാണ്, ഒരു മാസം പോലും ആയിട്ടില്ല, അമേരിക്ക മാത്രമാണ് ഇസ്രായേലിന് അനുകൂലമായി വോട്ട് ചെയ്തത്. അപ്പോൾ അമേരിക്കയുടെ മൗനസമ്മതമില്ലാതെ ഇത്രയും, ഇപ്പോൾ 2024 ഒക്ടോബർ 1 ഇറാൻ നടത്തിയ ആക്രമണം, ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ വെച്ച് ഹമാസ് നേതാവ് കൊല്ലപ്പെട്ടു. അതിന് തൊട്ടു മുമ്പ് ഹിസ്ബുള്ളയുടെ മറ്റൊരു നേതാവ് കൊല്ലപ്പെട്ടു. അതിനു മുമ്പ് ഹിസ്ബുള്ളയുടെ ഇറാൻ്റെ സുഹൃത്തായിരുന്ന നസ്രുല്ല കൊല്ലപ്പെട്ടു. ഇതിനൊക്കെയുള്ള ഒരു പ്രത്യാക്രമണമായിട്ടാണ് ഒക്ടോബർ 1 ഇറാൻ ആക്രമിച്ചത്. ഒക്ടോബർ 25, 26 തീയതികളിൽ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തി. അന്നുപോലും ആണവാക്രമണങ്ങളെ, ആണവായുധ കേന്ദ്രങ്ങളെയും
ആണവ സംഭരണികളെയും ഇസ്രായേൽ തൊട്ടിരുന്നില്ല. ഇപ്പോൾ എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും ലംഘിച്ച് ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ആണവായുധ കേന്ദ്രങ്ങളെ, ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളെ, ആണവ ഊർജവുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റീസിനെ ആക്രമിക്കുന്നത് ആദ്യമായാണ് ഒരുപക്ഷെ ഇസ്രായേൽ. അപ്പോൾ ഒരുപക്ഷെ അല്ല, തീർച്ചയായിട്ടും ആദ്യമാണ്. ഇത് മനുഷ്യരാശിക്കെതിരെയുള്ള കുറ്റകൃത്യമാണ്. ഇത് ഇറാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ വളരെ വൈകിയാണ് അന്താരാഷ്ട്ര ആണവോർജ സമിതിയുടെ തലവൻ ആ ആണവ ന്യൂക്ലിയർ എനർജിയുമായി ന്യൂക്ലിയർ പ്ലാന്റ്സുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ കുറ്റകരമാണ്, അപലപനീയമാണ് എന്ന് വൈകി പ്രസ്താവിക്കുന്നത്. വാസ്തവത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാൻ ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. പക്ഷേ ആ ചർച്ചകൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് സ്വയം ഇറങ്ങിപ്പുറപ്പെട്ട് ഈ ആണവ കേന്ദ്രങ്ങളെ, മറ്റ് പ്രതിരോധ കേന്ദ്രങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട സൈനികോദ്യോഗസ്ഥരെ, തലവന്മാരെ, ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ ഒക്കെ വധിക്കാനുള്ള അധികാരം ഇറാന് കിട്ടുന്നത് എങ്ങനെയാണ്? അമേരിക്കയുടെ മൗന സമ്മതമാണ്. അമേരിക്ക പറഞ്ഞു ചർച്ച പരാജയപ്പെട്ടു, ഇനി ഒന്നും നോക്കാനില്ല, ഒരു 6ാം ഘട്ട ചർച്ച കൂടിയുണ്ട്, അതിനു മുമ്പ് പോയി നിങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തോളൂ. എന്നിട്ട് ഇറാൻ സമ്മർദ്ദത്തിലാവുമ്പോൾ ചിലപ്പോൾ അയഞ്ഞ നിലപാട് സ്വീകരിച്ചേക്കാം. കരണത്തല്ല, മസ്തകത്തിൽ മഹാപ്രഹരം കിട്ടിയ ഒരു രാജ്യം ഇനി ചർച്ചകളുമായി മുന്നോട്ട് പോകുമോ? ഇല്ല. അതാണ് സാമാന്യ ധാരണയുള്ള മറ്റുള്ളവരൊക്കെ വിലയിരുത്തുക. അപ്പോൾ അമേരിക്കയുടെ 48 മുതൽ അമേരിക്ക തുടർന്ന് വരുന്ന നിരുപാധികമായ പിന്തുണയാണ്, സാമ്പത്തിക സൈനിക പിന്തുണയാണ് ഈ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ഇത്രയും ഇത്രയും അഹങ്കാര നിർഭരമായ ഒരു സത്വമാക്കി മാറ്റിയത്. അമേരിക്കയുടെ പിന്തുണ, സൈനികവും സാമ്പത്തികവുമായ പിന്തുണ എന്ന് അവസാനിക്കുന്നുവോ, അല്ലെങ്കിൽ എന്ന് ആ പിന്തുണയ്ക്ക് ഗണ്യമായ കുറവ് വരുന്നുവോ, അന്ന് മാത്രമേ ഇസ്രായേലിൻ്റെ ഈ മുട്ടാളത്തരം അവസാനിക്കുകയുള്ളൂ. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഇസ്രായേൽ ആ മേഖല വലിയ തോതിൽ അസ്ഥിരീകരിക്കപ്പെടുന്ന, ഇപ്പോൾ തന്നെ അസ്ഥിരീകരിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. അത് വലിയ തോതിൽ അസ്ഥിരീകരണത്തിന് വഴിവെക്കുന്ന ഒരു വളരെ മാരകമായ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമായ സൈനികാക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. അത് ലോക സമാധാനത്തിന് തുരങ്കം വെക്കുന്നതാണ്, ഭീഷണിയാണ്. ശരി, ശ്രീ ജോസഫൻ, ഒരുപക്ഷേ നമുക്ക് നേരത്തെ ഇതൊരു ചെയിൻ ഓഫ് ഇവൻറ്റ്സ് പോലെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. ഫക്രുസാദിനെ ഇറാൻ്റെ ഏറ്റവും വലിയ ആണവശാസ്ത്രജ്ഞൻ ഫക്രുസാദിനെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം നിരവധി ആണവശാസ്ത്രജ്ഞന്മാരെ, സൈനിക മേധാവികളെ കൊലപ്പെടുത്തുന്നു. ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ച് കൊലപ്പെടുത്തുന്നു. കൃത്യമൊരു ആസൂത്രണം, അതായത് വർഷങ്ങൾ നീണ്ട ഒരു ആസൂത്രണം, ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ധാരണ കൃത്യമായി ഇസ്രായേലിനുണ്ട്. അത് നെതന്യാഹു വരുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനമന്ത്രി വരുന്നോ എന്നുള്ള വിഷയമല്ല. അവിടെ മൊസാദ് ഉണ്ട്, വളരെ കൃത്യമാണ്. എങ്ങനെയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ സമ്മർദ്ദത്തിലാക്കി എങ്ങനെ തകർക്കുക എന്നുള്ളത് കൃത്യം പ്ലാൻ. അതിൻ്റെ ഒടുവിലാണ് ഈ പറഞ്ഞതുപോലെ ഡോക്ടർ ഷിനാസ് ചൂണ്ടിക്കാട്ടിയതുപോലെ മനുഷ്യരാശിക്ക് നേരെ നടത്തിയ ഏറ്റവും വലിയ ആക്രമണം ഇറാന് നേരെ മാത്രം നടത്തിയതല്ല. ആണവ നദാൻസ് പോലെയുള്ള ഒരു കേന്ദ്രത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ഈ ചെയിൻ ഓഫ് ഇവൻറ്റ്സ്, ഈ പ്ലാൻ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. അതിന് ഇറാൻ ഇരയാകുന്നു. ഇറാൻ ഒരു വലിയ തിരിച്ചടി, ഇന്ന് പറഞ്ഞത് വലിയ കൈപ്പേറിയ ഒരു തിരിച്ചടിക്ക് വേണ്ടി തയ്യാറാകൂ എന്ന് ഇസ്രായേൽ എന്ന് പറയുകയും ചെയ്തു. വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിച്ചത് ഒരു നീണ്ട നാളത്തെ ആസൂത്രണം, നീണ്ട നാളത്തെ തിരക്കഥ. അതിന് ഇറാൻ ഒരു മറുപടി നൽകിയാൽ ലോകം വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു, മധ്യേഷ്യ വലിയൊരു യുദ്ധ രീതിയിലേക്ക് പോകുന്നു. ഇറാനെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇതൊരു 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സംഘട്ടനത്തിൻ്റെ പ്രശ്നമല്ല. ഇത് വളരെ നാളുകളായി, വളരെ വർഷങ്ങളായി ഇസ്രായേൽ പദ്ധതിയിടുന്ന പുതിയ പശ്ചിമേഷ്യ എന്ന് പറയുന്ന ഒരു സംവിധാനം പശ്ചിമേഷ്യയിൽ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമാണിത്. എന്താണ് പുതിയ പശ്ചിമേഷ്യ എന്ന് പറയുന്നത്? പുതിയ പശ്ചിമേഷ്യ എന്ന് പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പദ്ധതികൾക്കനുസരിച്ച് ഈ മുഴുവൻ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളെയും കൊണ്ടുവരിക എന്ന ഒരു ഗ്രാൻഡ് സ്ട്രാറ്റജിയുടെ ഫലമാണ് ഈ ഒരു പേരാണ് ഈ പുതിയ ന്യൂ വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ ന്യൂ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പരിപാടി. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം, അത് 2000-ൽ തുടങ്ങിയതാണ്. ഈ
9/11 സംഭവത്തിൻ്റെ പേരിൽ അതിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ ഇടപെടുന്നു. അഫ്ഗാനിസ്ഥാൻ ഇടപെട്ടതിന് ശേഷം അവരുടെ പ്രധാനപ്പെട്ട അജണ്ടയുമായിട്ട് അവർ ഇറാഖിലേക്ക് വരുന്നു. ഇറാഖിൽ അവർ ആക്രമണം നടത്തുമ്പോൾ അതിനുവേണ്ടി അമേരിക്ക പറഞ്ഞ കാര്യം വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, ജനങ്ങളെ കൂട്ടത്തോടെ കൊല്ലാനുള്ള ആയുധങ്ങൾ ഇറാഖിൻ്റെ കയ്യിലുണ്ട്. അതായത് പശ്ചിമേഷ്യയിലെ ഏറ്റവും കരുത്തരായ ഈ സദ്ദാം ഹുസൈൻ നയിക്കുന്ന രാജ്യത്തിൻ്റെ കയ്യിലുണ്ട് എന്ന പേരിൽ ആണ് അവർ ആക്രമണം നടത്താൻ വന്നത്. ആക്രമണം നടത്തി സദ്ദാം ഹുസൈനെ കൊന്നു. അവിടെ ഒരു തരക്കേടില്ലാതെ, കുഴപ്പങ്ങളും കുറ്റങ്ങളുമൊക്കെ സദ്ദാം ഹുസൈൻ്റെ ഭാഗത്തുണ്ടായിരുന്നെങ്കിലും വളരെ വലിയ കുഴപ്പങ്ങളില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന, വളരെ സെക്കുലറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന രാജ്യത്തെ ആ ഭരണാധികാരിയെ പിടിക്കുകയും തൂക്കിക്കൊല്ലുകയും ചെയ്തു. നമ്മൾ കാണേണ്ട കാര്യം വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന പേരിൽ വന്നിട്ട്, അതായത് ഇവിടെ കൂട്ടത്തോടെ ഈ ജനങ്ങളെ കൊല്ലാനുള്ള മാരകായുധങ്ങൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂക്കിപ്പൊടിയുടെ വലിപ്പമുള്ള പൊടി പോലും ഇതിൻ്റെ ആയുധം പോലും കണ്ടെത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതിനെ നമ്മൾ പറയുന്നത് വെപ്പൺസ് ഓഫ് മാസ് ഡിസെപ്ഷൻ എന്നാണ്. അതായത് ജനങ്ങളെ ചതിച്ചുകൊണ്ട് അവരുടെ അമേരിക്കയുടെ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ന്യൂ വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചതാണ് ഇറാഖിലെ പരിപാടി. ഇറാഖിലെ സദ്ദാം ഹുസൈനെ കൊന്നതിന് ശേഷം അവർ എന്താണ് നമ്മൾ പറയുന്ന ഈ ആരോ സ്പ്രിംഗ് എന്ന് പറയുന്ന പദ്ധതിയുടെ പിന്നിൽ നിന്നുകൊണ്ട് ലിബിയൻ ഭരണാധികാരിയെ അവർ മാറ്റുന്നു. ഇതിനെതിരായി ചെറുത്ത് നിന്ന് ആരൊക്കെയാണ്? ഇതിനെതിരായി ചേർത്ത് നിന്നതും ഇറാനും സിറിയയുമാണ്. ഇറാനും സിറിയയുമാണ് പിന്നെ അവരുടെ കണ്ണിലെ കരടായി മാറിയുന്നത്. അപ്പോൾ അവർ മനസ്സിലാക്കി ഇനി ഇറാനെയാണ് നമ്മൾ കീഴടക്കേണ്ടത് എന്നുള്ള ചിന്താഗതി അവരുടെ കയ്യിലുണ്ടായിരുന്നു. സിറിയയാണ് കീഴടക്കേണ്ടത് എന്നുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു. അപ്പോൾ സിറിയക്കെതിരായിട്ട് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രായേലും എല്ലാം ചേർന്നുകൊണ്ട് നിരന്തരമായി സംഘർഷങ്ങളും സമരങ്ങളും പോരാട്ടങ്ങളും നടത്തി, ആർമികളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തി. ഇങ്ങനെയെല്ലാം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ കഴിഞ്ഞ വർഷം ഈ സിറിയൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അവർക്ക് കഴിഞ്ഞത്. അപ്പോൾ സിറിയൻ ഭരണം ഇനി ആരാ ചെറുത്ത് നിൽക്കുന്നത്? ഒരേ ഒരു കൂട്ടരേ. അതായത് ചെറുത്ത് നിന്നുകൊണ്ടിരുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഹെസ്ബുള്ളയെ അവർക്ക് നിർവീര്യമാക്കാൻ കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഹമാസ് വളരെ ക്ഷീണിച്ചു കഴിഞ്ഞു. അങ്ങനെ പശ്ചിമേഷ്യയിൽ, അതായത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഈ പറഞ്ഞ നിഗൂഢ പദ്ധതികൾക്കെതിരായി ചെറുത്ത് നിന്നുകൊണ്ടിരുന്ന ആളുകളെയൊക്കെ നിർവീര്യമാക്കി കഴിഞ്ഞതിന് ശേഷം ഇനിയുള്ളത് ആരാണ്? ഇനിയുള്ളത് ഇറാനാണ്. അപ്പോൾ ആ ഇറാനെ നിശേഷം ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? ഇനി അവരുടെ കയ്യിലുള്ള, അതായത് അവരുടെ കൂടെ നിന്നിരുന്ന ഈ പറഞ്ഞ ഹെസ്ബുള്ളയെയും ഹമാസും ഹൂതികളെയും ഒക്കെ ഒരു പരിധിവരെ കുറച്ച് ക്ഷീണിപ്പിക്കാൻ കഴിഞ്ഞു. ഇനി അവരുടെ കയ്യിലുള്ള ആണവായുധത്തെ അറ്റാക്ക് ചെയ്യുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മൾ നടത്തേണ്ട കാര്യം. അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറാനെ ഇല്ലാതാക്കാം. അതിൻ്റെ ഒരു ഫലമായി, അതിൻ്റെ 2 സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ്, വളരെ കൃത്യമാണ് അവരുടെ കാര്യങ്ങൾ. ഒന്ന് ആണവശാസ്ത്രജ്ഞന്മാരെ 6 ആണവശാസ്ത്രജ്ഞന്മാരെയാണ് ഇന്ന് ഈ പ്രിസിഷൻ അറ്റാക്കിലൂടെ വധിച്ചിരിക്കുന്നത്. ഈ ഇറാൻ സേനയുടെ നേതാക്കന്മാരെ 3-4 പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കൊന്നിരിക്കുന്നു. ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ചൈനയുടെ മധ്യസ്ഥതയിൽ സമാധാനമുണ്ടാക്കിയ, അതിന് നേതൃത്വം കൊടുത്ത ഇറാൻ്റെ ഭരണാധികാരിയുടെ അഡ്വൈസറായിരുന്ന ആളിനെ കൊല്ലുന്നു. അങ്ങനെ അതായത് ശാസ്ത്രജ്ഞന്മാരെയും സൈനിക നേതാക്കന്മാരെയും കൊല്ലുക. അതോടൊപ്പം ഈ നഥാൻസ് എന്ന് പറയുന്ന ആണവ കേന്ദ്രത്തിനെതിരെ ആക്രമിക്കുക. നമ്മൾ കാണേണ്ട ഒരു കാര്യം, അവിടെ ഒരു പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു കാപട്യമുണ്ട്. ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്ന സമയത്ത് സപ്പോറിഷ്യ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആണവ പ്ലാന്റിന് അടുത്ത് മിസൈൽ വന്ന് വീണു. എന്ത് പുകിലാണ് ഇവിടെ ഉണ്ടാക്കിയത്? റഷ്യ ആണവ ആക്രമണം നടത്തി, പ്ലാന്റിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇവിടെ ലോകസമാധാനം ഇല്ലാതാകാൻ പോകുന്നു. 3-ാം ലോക മഹായുദ്ധം വരാൻ പോകുന്നു. യൂറോപ്പ് മുഴുക്കെ അപകടത്തിലായിരിക്കുന്നു. ആണവ വ്യാപനം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, 2 കാര്യങ്ങൾ. ഈ ആക്രമണം നടത്തിയല്ലോ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ഇറാന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് എന്ത് അവകാശം? ആരാണ് ഇസ്രായേലിന് അധികാരം കൊടുത്തത്? അന്തർദേശീയ സമൂഹമോ ഐക്യരാഷ്ട്ര സംഘടനയോ അവകാശം കൊടുത്തോ? ഒന്നുമില്ല. അതായത് എന്തെങ്കിലും ഒരു തൊടുന്യായം പറഞ്ഞുകൊണ്ട് ഈ ആക്രമണം ഈ ഇറാനെതിരെ നടത്തിയിട്ട് ഏതെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്കനെ ഇറാനെതിരെ നടത്തിയ ആക്രമണം, താങ്കൾ പറഞ്ഞ ശ്രീ ടി പി ശ്രീനിവാസൻ, ഒരുപക്ഷെ ഈ വിഷയമുണ്ടായപ്പോൾ, ഇന്നത്തെ ആക്രമണം ഉണ്ടായപ്പോൾ ഒരുപക്ഷെ ലോകരാജ്യങ്ങൾ, ലോക ജനത കാത്തിരുന്നാണ് അറബ് രാജ്യങ്ങൾ എന്ത് നിലപാടെടുക്കുന്നു, ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവന മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒടുവിലെ ഈ സമയത്ത് പോലും അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നൊരു പ്രസ്താവനയും വന്നിട്ടില്ല. നമുക്കറിയാം അറബ് രാജ്യങ്ങൾ ഈ കാര്യത്തിൽ പുലർത്തുന്ന നിലപാട് എന്താണെന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും കാത്തിരിക്കുന്നുണ്ട്. കാരണം പുതിയ ഈ സാഹചര്യത്തിൽ ഏറ്റവും നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്, നേരത്തെ ഉണ്ടാകാത്തതായ ഒരു സവിശേഷ സാഹചര്യം, ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു, അത് കടന്ന കൈയാണ് എന്ന തരത്തിൽ പറയാൻ പോലും അറബ് രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല. ആ ഒരു തന്ത്രം എന്താണ്? താങ്കൾക്ക് അവിടെ ആ മേഖലകളിലടക്കം പ്രവർത്തിച്ച് പരിചയമുള്ളതാണ്. എന്താണ് കാലങ്ങളായി അറബ് രാജ്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഇന്ന് പോലും കൃത്യമായ നിലപാടെടുക്കാൻ കഴിയാത്തത് എന്താണ്? സിജു അതിനകത്തൊരു കാര്യം പറയാനുണ്ട്. അതായത്
പിന്നെ അറബ് രാജ്യങ്ങൾ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ഈ ആക്രമണത്തെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, സൗദി അറേബ്യ ഉപയോഗിച്ചൊരു വാക്ക് പ്രധാനമാണ്. സൗദി പറഞ്ഞത് ഞങ്ങളുടെ സഹോദര രാജ്യമായ ഇറാനെതിരെ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ, ബ്രിട്ടനാവട്ടെ, അമേരിക്കയാവട്ടെ, ഫ്രാൻസ് ആവട്ടെ, ഇവരാരും തന്നെ ഈ ആക്രമണത്തെ, അതായത് ഈ ആണവായുധ കേന്ദ്രത്തിന് നേരെ നടത്തിയ ആക്രമണത്തെ അല്ല, ഈ ആക്രമണത്തെ പോലും വിമർശിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഇങ്ങനെ ആണവായുധ കേന്ദ്രത്തിനെതിരെ ആക്രമണം നടത്തരുത് എന്നൊരു പരാമർശം പോലും നടത്തില്ല. അതാ ഞാൻ പറയും ഹിപ്പോക്രസി. പാശ്ചാത്യ രാജ്യങ്ങളുടെ കാപട്യം, അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളുടെ കാപട്യം നമ്മൾ ഈ ആക്രമണത്തിലും ഈ റഷ്യ ഉക്രൈൻ ആക്രമണത്തിലും നമ്മൾ കാണുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ശരി, സി ജോസഫ് ആന്റണി, ഞാൻ ചോദിച്ചത് ടി.പി. ശ്രീനിവാസൻ, ഒരുപക്ഷെ പല കാലഘട്ടങ്ങളിലും അറബ് രാജ്യങ്ങൾ പല നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഇന്ന് ഏറ്റവും ഒടുവിലായി ഇത് വരുമ്പോൾ, ഇത്തരത്തിലൊരു ആക്രമണം വരുമ്പോൾ, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച പോലെ സൗദി അറേബ്യ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും എവിടെയൊക്കെ ചില സംശയങ്ങൾ നിൽക്കുന്നുണ്ട്. ടി.പി. ശ്രീനിവാസൻ. ഹലോ, ടി.പി. ശ്രീനിവാസൻ, താങ്കൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? താങ്കളിലേക്ക് മടങ്ങി വരാൻ ശ്രീ ഷിനാസ്, ഒരുപക്ഷെ നേരത്തെ ജോസഫ് ആന്റണി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു ഇരട്ടത്താപ്പ് സ്വാഭാവികമായി നമുക്കറിയാം. ഈ റഷ്യൻ വിഷയത്തിലടക്കം ഉണ്ടായിരുന്ന പാശ്ചാത്യ മാധ്യമങ്ങളെടുത്ത നിലപാടുകളടക്കം നമ്മൾ കണ്ടതാണ്. പ്രശ്നം റഷ്യയാണെന്നും പ്രശ്നം പാലസ്തീനാണെന്നും പ്രശ്നം ഇറാനാണെന്നും വരുത്തി തീർക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ. ഒപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്ത് പോകേണ്ടതാണ് അറബ് രാഷ്ട്രങ്ങളുടെ ഒരു നിലപാട്. പല ഘട്ടങ്ങളിലും എടുത്തിട്ടുള്ള ചില സംശയങ്ങൾ ജനിപ്പിക്കുന്ന നിലപാടുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ. അതുകൂടി ഒന്ന് പരാമർശിച്ചു പോകുന്ന ഒന്നായിരിക്കും. അത് ഡോക്ടർ ജോസഫ് ആന്റണി പറഞ്ഞത് വളരെ കൃത്യമാണ്. ഇരട്ടത്താപ്പ്, സപ്പറോഷ്യ. ഇപ്പോൾ സപ്പറോഷ്യ ഇപ്പോൾ അതിൻ്റെ 3/4 ഭാഗം റഷ്യയിലാണ്. അവിടെയുള്ള ആണവ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ പ്ലാന്റാണ്. അതിനുമേൽ ഡ്രോൺ ആക്രമണം നടത്തിയത് അധികവും കീവാണ്, റഷ്യയല്ല. റഷ്യയുടെ അധീനതയിലാണ് ആണവ പ്ലാന്റ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഡ്രോൺ ആക്രമണത്തിൽ ചെറിയ ചില്ലറ ഇതൊക്കെ പറ്റിയപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ, പാശ്ചാത്യ യൂറോപ്പ്, വെസ്റ്റേൺ യൂറോപ്പ് നിലവിളിക്കുകയായിരുന്നു. നോക്കൂ റഷ്യയുടെ അതിക്രമം. ഇവിടെ നോക്കൂ, നതാൻസ് പോലുള്ള ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിൽ, ഇറാൻ്റെ ഏറ്റവും വലിയ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ ഈ പുലർച്ചെ അതിഭീകരമായ ആക്രമണം നടത്തി. അവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും പല ആണവ ഊർജവും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി. അപ്പോഴൊന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണവുമില്ല. പിന്നെ ഗൾഫ് രാഷ്ട്രങ്ങളുടെ കാര്യം അത് വളരെ സങ്കീർണമാണ്. കാരണം 2020-21 കാലഘട്ടത്തിലാണ് ട്രംപിൻ്റെ കാലത്ത് കാർമ്മികത്വത്തിൽ UAE, ബഹ്റൈൻ, സുഡാൻ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങൾ, അതിൽ 2 അറബ് രാജ്യങ്ങളുണ്ട്, ഗൾഫ് രാജ്യങ്ങളുണ്ട്, 2 അറബ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുമുണ്ട്. അപ്പോൾ 2023 ഒക്ടോബർ 7-ന് സൗദി അറേബ്യയും ഇസ്രായേലുമായി ഈ എബ്രഹാം ഉടമ്പടിയുടെ ഭാഗമായി നിർണായക ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഹമാസ് 23 ഒക്ടോബർ 7-ന് ആക്രമണം നടത്തുന്നത്, സൗദി ചർച്ചയിൽ നിന്ന് പിന്മാറുന്നത്. അപ്പോൾ ഈ എബ്രഹാം ഉടമ്പടിയിലൂടെ നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ തന്നെ മധ്യേഷ്യൻ ഭൗമരാഷ്ട്രീയത്തെ റീഷേപ്പ് ചെയ്യാനുള്ള ഒരു പദ്ധതി അമേരിക്കക്കും ഇസ്രായേലിനുമുണ്ട്. അതിൽ നിർഭാഗ്യവശാൽ അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് എണ്ണസമ്പുഷ്ട അറബ് രാജ്യങ്ങൾ, ഈ ബഹ്റിൻ, അതുപോലെ UAE ഒപ്പുവെച്ചു. സുഡാൻ, മൊറോക്കോ, ബഹ്റിനും UAEയും ഒപ്പുവെക്കണമെങ്കിൽ സൗദിയുടെ സമ്മതം, കൺസെൻറ്റ് ഉണ്ടായേ തീരും. സൗദി പോലും ഒപ്പുവെക്കുമായിരുന്നു ഹമാസിൻ്റെ ഈ ആക്രമണം ഉണ്ടായിരുന്നില്ലെങ്കിൽ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു റീഷേപ്പിംഗ് അറബ് രാജ്യങ്ങളെ കൂട്ടി ഇറാനെ, അപ്പോൾ മറ്റൊരർത്ഥത്തിൽ ഇസ്രായേലിനേക്കാൾ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനേക്കാൾ ശത്രുത ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നത് ഇറാനോടാണ്. മുഹമ്മദ് ബിൻ സൽമാൻ്റെ അച്ഛൻ പിതാവായിരുന്നപ്പോൾ പറഞ്ഞത്, ആ സർപ്പത്തിൻ്റെ പത്തി വെട്ടണം, തല വെട്ടണം എന്നാണ്. സർപ്പം ആരാണ്? ഇറാനാണ്. അത് ചരിത്രപരമായി കുറേ പറയാനുണ്ട്. അപ്പോൾ സൗദി അറേബ്യ ആവട്ടെ, ഈ ഗൾഫ് രാജ്യങ്ങളാവട്ടെ, എണ്ണസമ്പുഷ്ട ഗൾഫ് രാജ്യങ്ങൾക്ക് ഇറാൻ ആണ് ഒരു പക്ഷേ അല്ല, അവർ ഇറാനെയാണ് ഇസ്രായേലിനേക്കാൾ
വലിയ ശത്രു പക്ഷത്ത് കാണുന്നത്. മാത്രമല്ല ഇസ്രായേലുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു നോർമലൈസേഷനാണല്ലോ ഇവരൊക്കെ സ്ഥാപിച്ചത്. വെറും ഡിപ്ലോമാറ്റിക് നോർമലൈസേഷൻ അല്ല, എംബസികൾ തുറന്നതല്ല, വ്യാപാരം മാത്രമല്ല. അവിടെ നിന്ന് സൗദിയും ഈ ഒപ്പുവെച്ച നോർമലൈസേഷൻ സ്ഥാപിച്ച രാഷ്ട്രങ്ങളും ഇസ്രായേലും തമ്മിൽ ഏറ്റവും അധികം ഇടപാട് നടക്കുന്നത് സാമഗ്രികളുടെ മേഖലയിലാണ്. ഈ ഡിഫൻസ് ടെക്നോളജി, അതിലാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഏറ്റവും അധികം കണ്ണ്. അപ്പം ഇറാൻ വാസ്തവത്തിൽ നേരത്തെ ജോസഫ് ആൻ്റണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഹിസ്ബുള്ള പരീക്ഷണമായി, അതുപോലെ ഹമാസ് അത്യധികം ദുർബലമായി, ഹൂത്തികളുടെ കാര്യത്തിൽ അതും അത് 3 രാജ്യങ്ങളാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അമേരിക്ക, അതുപോലെ സൗദി അറേബ്യ, ഇസ്രായേൽ. അപ്പോൾ ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ഇറാൻ കണ്ടിരിക്കുന്നത് മൊത്തത്തിൽ ഇറാനെ സഹായിച്ചിരുന്നവരൊക്കെ വളരെ വളരെ പരിക്ഷീണമായ തളർന്ന അവസ്ഥയിലാണ്. ഇതാണ് തക്ക അവസരം. ലോകത്ത് ഇറാൻ ഇപ്പോൾ യുക്രൈൻ റഷ്യ സംഘർഷം എടുത്താലും മൊത്തത്തിൽ ഇത് വളരെ അനുകൂലമായ സന്ദർഭമാണ്. മാത്രമല്ല ഇറാനും അമേരിക്കയും തമ്മിലുള്ള 5 ഘട്ട ചർച്ചകൾ ഏതാണ്ട് പരാജയപ്പെട്ട പോലെയാണ്. അപ്പോൾ അമേരിക്കയുടെ പിന്തുണയോടെ മൗനസമ്മതത്തോടെ ഇറങ്ങിപ്പുറപ്പെട്ട് ആക്രമിക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ ഇന്നിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത്, നോക്കൂ, ഇറാൻ ആക്രമിച്ചു, ഇനിയുള്ള ആക്രമണം ഇതിനേക്കാൾ കൂടുതൽ ഭയങ്കരവും ഭീകരവും മാരകവുമായിരിക്കും. അതുകൊണ്ട് ഉടമ്പടിയിൽ ഒപ്പിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കഥ കഴിഞ്ഞു എന്ന മട്ടിൽ. എന്ന് വെച്ചാൽ ഈ ഉടമ്പടിയിൽ ഒപ്പിടിപ്പിക്കാനുള്ള അതിഭീകരമായ സമ്മർദ്ദതന്ത്രം കൂടിയായി വേണം കരുതാൻ. കാരണം ഈ ചർച്ചകളൊക്കെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയായതിനു ശേഷമല്ലേ വിജയമാണോ പരാജയമാണോ എന്നൊക്കെ തീരുമാനിക്കപ്പെടുക. താങ്കൾ പറഞ്ഞതിനാണ് ചർച്ചയുടെ ഒരു പരിണതിയുണ്ട്. അത് ചർച്ച പൂർത്തിയായതിനു ശേഷമാണല്ലോ കണ്ടെത്താൻ കഴിയുക. ശ്രീ ടി.പി. ശ്രീനിവാസൻ, ഒരുപക്ഷെ ഒരു ജിയോ പൊളിറ്റിക്സ് തന്നെ മാറി മറിയുന്ന സങ്കീർണമായ സാഹചര്യം ലോകരാഷ്ട്രീയത്തെ, പ്രത്യേകിച്ച് ഇന്ത്യ അടക്കം എങ്ങനെ ബാധിക്കാൻ പോകുന്നു ഈ നിലവിലെ ഈ സാഹചര്യം? നമ്മളിങ്ങനെ അത് ചെയ്തെന്ന് പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. അതെല്ലാം അവരവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അവർ ചെയ്യും. നമ്മൾ ഇതിന് ലോകത്തിന്റെ ഭാവിക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് ഇതൊക്കെ ബാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് പ്രസക്തമായിട്ടുള്ളത്. ഇപ്പൊ അവർ ചെയ്തിരിക്കുന്നത് അറ്റോമിക് എനർജി ഏജൻസിയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് പറഞ്ഞിരിക്കുന്നു ഇറാൻ ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്ന്. അതിനെ ചില രാജ്യങ്ങൾ എതിർത്തിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ഡിസിഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സ്ക്യൂസിലാണ് അവരെന്താണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ആണവായുധങ്ങൾ അവർ വെച്ചിരിക്കുന്നത് അറബ് രാജ്യങ്ങളുടെ എതിർപ്പുണ്ടല്ലേ. അതേസമയത്ത് അറബ് രാജ്യങ്ങൾ അവരുമായിട്ട് കൂടുതൽ അടുക്കുകയാണ്. പല അറബ് രാജ്യങ്ങളും അവരെ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പൊ അവരൊരു സ്ട്രെങ്ത് ചെയ്യുന്ന സമയത്ത് അവരെ ചാലഞ്ച് ചെയ്യുന്ന ഇറാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇറാനെതിരായി അവർ ആക്രമിക്കുന്നു. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഭയങ്കര ക്രൂരമാണ്, അവർ തെമ്മാടിയാണെന്ന് പറയുന്നതിനകത്തൊന്നും അർത്ഥമൊന്നുമില്ല. ഈ രാജ്യങ്ങളൊക്കെ അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കും. അത് നിയമം അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത്, മറ്റുള്ള രാജ്യങ്ങളിൽ അവരുടെ സ്വന്തം കരാറിലുള്ള തീരുമാനങ്ങൾ അവർ പ്രാക്ടിക്കൽ ആക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്രായേൽ തീർച്ചയായിട്ടും ഇറാനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് അറബ് രാജ്യങ്ങളുടെ സപ്പോർട്ട് ഇറാൻ ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ഏക രാജ്യം ഇപ്പോൾ ഇറാനായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സ്ട്രെങ്തനിങ്ങിന് വേണ്ടി അവർക്കെതിരായിട്ടുള്ള ത്രെറ്റ്സ് ഉണ്ടല്ലോ അറബ് രാജ്യങ്ങളിൽ നിന്ന് പണ്ടുണ്ടായിരുന്നതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇസ്രായേലും അമേരിക്കയും വിചാരിച്ചാൽ ഇറാനെ കൂടി നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസമാണ്. അതിനുവേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ജിയോ പൊളിറ്റിക്സിന്റെ ഭാഗം തന്നെയാണ്. അവരത് ചെയ്യും. നമ്മളൊരു ചീത്ത രാജ്യമാണെന്ന് പറഞ്ഞതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അവരുടെ ഇൻട്രസ്റ്റിനെയാണ് പെർസ്യൂ ചെയ്യുന്നത്. അത് നമ്മളെ എങ്ങനെ ബാധിക്കും? ഇപ്പൊ ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാകുന്നത് നമുക്ക് താല്പര്യമുള്ളതാണോ എന്ന് നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുക. ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ഡെവലപ്പ് ചെയ്യരുതെന്നാണ് നമ്മുടെ ഈ ആഗ്രഹം. അവര് NPT ഒപ്പിട്ടവരായതുകൊണ്ട് അവർ ആവശ്യത്തിൽ കൂടുതൽ എൻറിച്ച്മെന്റ് നടത്തുന്നത് ഇന്ത്യയുടെ താല്പര്യം കൂടിയാണ്. അതെന്താണ് നമ്മൾ മനസ്സിലാക്കാത്തത്? അവരവരുടെ കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അപ്പൊ അതിൽ എന്തെങ്കിലും നല്ല കാര്യം നമുക്കുണ്ടെങ്കിൽ
ഇറാൻ ആണവ ശക്തി ആകാതിരിക്കുന്നെങ്കിൽ അത് നമുക്കും പ്രയോജനമല്ലേ? അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇതിനെ കാണേണ്ടിയിരിക്കുന്നത്. അല്ല, അപ്പോൾ ശ്രീ അവർ ടി പി ചെയ്യുന്നത് ശ്രീനിവാസൻ, താങ്കൾ പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ട്. കാരണം അത് അവരുടെ ഓരോ രാജ്യങ്ങളുടെ താല്പര്യങ്ങളാണ്. പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നം, ലോക ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം പോകുന്നു. അതിലേറ്റവും പ്രധാനമാണ് നേരത്തെ അല്ലല്ല, ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ടല്ലോ. അല്ല, താങ്കൾ പറഞ്ഞത് ശരിയാണ്. നേരത്തെ ഇത്തരത്തിൽ ആണവ നഥാൻസ് എന്ന് പറയും, താങ്കൾക്ക് അറിയാം, എനിക്കും അറിയാം, നമ്മൾക്കറിയാം. നഥാൻസ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ കേന്ദ്രീകരിച്ചൊരു ആക്രമണം നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതം അത് അറിയാത്തവരല്ല ലോക ജനത. അങ്ങനെ ഒരു ആക്രമണം നടത്തുമ്പോൾ അത് മറ്റു രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ അവർ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് നിലപാടെടുത്ത് പോകേണ്ടതാണോ? ഇന്ത്യ അടക്കം അവരുടെ നിലപാടെടുക്കേണ്ടതല്ലേ? ചരിത്രത്തിനെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക. ഇറാഖിനെതിരായിട്ട് ന്യൂക്ലിയർ റിയാക്ടർ അറ്റാക്ക് ചെയ്ത ഇസ്രയേലാണ്, അറിയാമോ? അപ്പൊ എന്ത് സംഭവിച്ചു? അപ്പൊ ഇറാഖിന്റെ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാകാൻ പാടില്ല എന്ന് പൊതുവെ എല്ലാവർക്കും ഉണ്ടായിരുന്നുകൊണ്ട് ഇസ്രയേൽ അത് ചെയ്തതിനെ എല്ലാവരും അങ്ങ് ക്ഷമിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതനുസരിച്ച് വേണം നമ്മളത് കാണാൻ. ഇതിന്റെ ഓവറോൾ അച്ചീവ്മെന്റ് എന്താണ്? ഇറാൻ ന്യൂക്ലിയർ വെപ്പൺസ് ചെയ്തായിക്കൂടാ എന്നുള്ളതാണ്. അതിൽ നമുക്കും താല്പര്യമുണ്ട്. ഇറാൻ എപ്പോഴും നമ്മളോട് വലിയ സ്നേഹബന്ധമല്ലല്ലോ പുലർത്തുന്നത് പലപ്പോഴും. അപ്പോ നമ്മൾ നോക്കേണ്ടത് ഇത് ആരാണ് സത്യമായിട്ട് ചെയ്യുന്നത്. കാരണം NPT ഒപ്പിട്ട രാജ്യത്തിന് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് അല്ലെങ്കിൽ എൻറിച്ച്മെന്റ് ഒരു ലെവലിന് കൂടുതലായി കൂടാ. അത് എതിർക്കേണ്ടത് അറ്റോമിക് എനർജി ഏജൻസിയുടെ ജോലിയാണ്. അറ്റോമിക് എനർജി ഏജൻസി പറഞ്ഞിരിക്കുന്നു ഇവരിങ്ങനെ ചെയ്യുന്നു എന്നാണ്. അപ്പൊ അതൊരു കാരണമായി ഇവർ ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ല ശ്രീ ടി പി ശ്രീനിവാസൻ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് കരാറിൽ ഒപ്പിട്ട ഇറാന്റെ കയ്യിൽ ഇത്ര ആണവ യുറേനിയം സമ്പുഷ്ടീകരണം, ഇത്ര ആണവായുധങ്ങളുണ്ട്, കൃത്യമായ കണക്കുണ്ട്. ഒരു കരാറിലും ഒപ്പിടാത്ത ഇസ്രായേലിൻ്റെ കയ്യിൽ 1000 ഉണ്ടോ 2000 ഉണ്ടോ ആ കണക്ക് പറയുകയാണെങ്കിൽ അതില്ലാതിരിക്കുകയും ഏകപക്ഷീയമായ ഒരു ആക്രമണം നടത്തുമ്പോൾ അതിനെ കൃത്യമായി തന്നെ പ്രതിരോധിക്കുകയും അത് എതിർക്കപ്പെടേണ്ടതല്ലേ എന്നുള്ള ചോദ്യമാണ് പ്രസക്തം. തീർച്ചയായും ചെയ്യേണ്ടതാണ്. പക്ഷെ അതിനുള്ള ശക്തി ആർക്കാണുള്ളത്? ഇപ്പൊ ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുകയാണ് അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി എന്ന് പറഞ്ഞാൽ ആരാണ് റെസിസ്റ്റ് ചെയ്യാൻ പോകുന്നത്? യു വാണ്ട് എ ന്യൂക്ലിയർ വാർ? അതില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അത് തെറ്റാണ് ചെയ്യുന്നത്, അവരിതാണ്, അത് ശരിയാണ്. പക്ഷെ അതല്ല നമ്മുടെ ചർച്ചയ്ക്ക് വിഷയമാകേണ്ടത്. ഇതിന്റെ ലോക ന്യൂക്ലിയർ നോൺ പ്രൊളിഫറേഷനെ ഇതെങ്ങനെ ബാധിക്കുന്നു? ആ നോൺ പ്രൊളിഫറേഷനെ തകർക്കുന്നതിൽ അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്നതിൽ ഇസ്രായേൽ ശ്രമിക്കുന്നു എന്ന് നമുക്കറിയാം. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്കും കൂടെ പ്രയോജനമുള്ളതാണെന്നും കൂടെ നമ്മൾ ഓർക്കണം. ശരി, ശ്രീ ടി പി ശ്രീനിവാസൻ, ശ്രീ ജോസഫ് ആണ്. ഒരുപക്ഷെ ഇന്ത്യ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് കൂടി ലോകരാജ്യങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ചേരിചേരാ നയത്തിൽ ഉൾപ്പെടെ ഇന്ത്യ, അമേരിക്ക, സോവിയറ്റ് യൂണിയൻ യുദ്ധസമയത്ത് ഇന്ത്യ എടുത്ത നിലപാടുകൾ, ഒരു രാജ്യത്തോടും ചേരാത്ത നിലപാടെടുത്ത ഇന്ത്യ, നെഹ്റുവിയൻ കാലഘട്ടമൊക്കെ ഇപ്പോൾ ഓർമ്മ വരികയാണ്. അങ്ങനെ വളരെ കൃത്യമായി നിലപാടെടുക്കുകയും ഒരു നട്ടലുയർത്തി നിന്ന രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അവിടെ ചേർന്ന പാലസ്തീൻ അനുകൂല പ്രമേയത്തിൽ അതിൽ നിന്ന് ഒപ്പിടാതെ വിട്ടുനിന്ന രാജ്യങ്ങളിലൊന്നും ഇന്ത്യയാണ്. അതായത് ഇസ്രായേലിൻ്റെ ചോരക്കൊതി, ഇസ്രായേൽ എന്താണോ നടപ്പിലാക്കുന്നത് അതിന് പിന്തുണ കൊടുക്കുന്ന മോദി ഭരണകൂടം സമാനമായി തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഇറാനോട് എടുക്കുന്ന നിലപാടും. എങ്ങനെ ഇന്ത്യ ഒരു നിലപാടെടുക്കുന്നു? മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ഇത്തരം വിഷയങ്ങളിൽ, ആഗോള വിഷയങ്ങളിൽ, ഇത്തരം വലിയ സംഘർഷങ്ങളിൽ ഇന്ത്യ എടുത്ത ഒരു നിലപാട് അതിൽ നിന്ന് വളരെയധികം പിന്നാക്കം പോയിരിക്കുന്നു. എന്താണോ ഇസ്രായേൽ മനസ്സിൽ കരുതുന്നത് അതിനകത്ത് തുള്ളുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഇറാനിലും പശ്ചിമേഷ്യയിലും ഉണ്ടാകുന്ന ഈ സംഘർഷങ്ങൾ ഇന്ത്യയിലും വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യ എന്ത് നിലപാടെടുക്കും എന്നാണ് കാത്തിരിക്കുന്നത് ഇപ്പോൾ. ഞാൻ ആ ഇന്ത്യയുടെ ആസ്പെക്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ ഈ ആണവ പ്രശ്നത്തിൽ ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഒന്ന്, ഇങ്ങനെ, അതായത് ഒന്നെന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതീവ രഹസ്യമായി എല്ലാ അന്തർദേശീയ മാനദണ്ഡങ്ങളെയും ലംഘിച്ചുകൊണ്ട് രഹസ്യമായി ആണവായുധം ഉണ്ടാക്കുകയും കൈവശം വയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അതെന്ന് പറഞ്ഞാൽ എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഒപ്പിട്ടില്ല എന്നുള്ളൊരു ന്യായം ഈ ആണവായുധം കൈവശം വയ്ക്കാനുള്ള ഒരു ഉറപ്പൊന്നുമല്ല, ഒരു നിയമപരമായ അംഗീകാരമല്ല. ഒന്നത്. രണ്ട്,
ഈ ആണവായുധങ്ങളോ അല്ലെങ്കിൽ ശാസ്ത്രമോ അല്ലെങ്കിൽ ബോംബോ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കണ്ടുപിടിച്ചാൽ ഇവിടെ അദ്ദേഹം നമ്മുടെ അംബാസഡർ സൂചിപ്പിച്ച പോലെ IAEA ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അത് പിന്നെ അന്വേഷണം നടത്തുകയും കൂടെ റിപ്പോർട്ട് നടത്തുകയും ചെയ്യും. ഇങ്ങനെ പരിശോധനയിൽ ഈ രാജ്യം ആണവായുധം ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യാൻ കഴിയുന്നത് എന്താണ്? അന്തർദേശീയ ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇവർക്കെതിരായിട്ട് ഉപരോധം ഏർപ്പെടുത്തും. സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും എല്ലാ തരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തും. അങ്ങനെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു 2015 മുമ്പ് ഇറാനെതിരെ. അങ്ങനെ ഉപരോധം ഏർപ്പെടുത്തി നിന്ന സമയത്താണ് ഒബാമ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തുകയും ശരി ഞങ്ങളിതെല്ലാം ഉപേക്ഷിച്ച് സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരുന്നു, ഞങ്ങൾക്ക് ബോംബ് വേണ്ട, ഞങ്ങളുടെ പ്രഖ്യാപിത നയം തന്നെ ബോംബല്ല, ആണവായുധം സമാധാന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരിതിലേക്ക് വന്നപ്പോൾ ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്? 2018 സമാധാനപരമായി പൊയ്ക്കൊണ്ടിരുന്ന ഇറാൻ ആണവ കരാറിനെ തകർത്തുകൊണ്ട് അതിനകത്ത് നിന്ന് പിന്മാറി ഇന്ന് കാണുന്ന സംഘർഷത്തിന് വഴിവെച്ചത് ട്രംപാണ്. ഈ അങ്ങനെയുള്ള ട്രംപ് ഇപ്പോൾ പറയുകയാണ് നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ പണ്ട് ഇറാഖിനെ വേറെ ഒരു രാജ്യത്തിൻ്റെ പറഞ്ഞു നിങ്ങൾക്കെതിരെ നരകം പെയ്തിറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ഭയങ്കര റെട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ ട്രംപ് എന്താ പറഞ്ഞത്? ഞാൻ അധികാരത്തിൽ വന്നാൽ ഒരു ദിവസം കൊണ്ട് ഈ പാലസ്തീൻ ഇസ്രായേൽ സംഘർഷം ഒഴിവാക്കും, ഒരു ദിവസം കൊണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പെസിഫയറാണ്, ഞാൻ യൂണിഫയറാണ്, ഞാൻ ലോകത്തെ ഒരുമിപ്പിക്കാൻ വന്നയാളാണ്, ഞാൻ ലോക സമാധാനം കൊണ്ടുവരാൻ പറഞ്ഞ ആളാണെന്ന് പറഞ്ഞ ആൾ എന്തായി? ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം തീർന്നോ? റഷ്യ ഉക്രൈൻ യുദ്ധം തീർന്നോ? എന്ന് മാത്രമല്ല പുതിയ ഒരു യുദ്ധം തുടങ്ങി അതിനെ ശക്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന നമുക്ക് നോക്കൂ, പറഞ്ഞതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. അപ്പോൾ ഈ തരത്തിൽ അതായത് സമാധാനപരമായി പോകുന്നില്ല എങ്കിൽ ഉപരോധങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്താനുള്ള സംവിധാനം ലോകത്തുണ്ടായിരിക്കെ ഒരു രാജ്യം മാത്രം ഇതിനെതിരെ ആക്രമിക്കുന്നത് തെമ്മാടിത്തരമല്ലാതെ ആഗോളതലത്തിലുള്ള തെമ്മാടി രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ളതിനെ തെളിയിക്കുന്നതാണ്. അതൊന്ന്. ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിലേക്ക് വരാം. ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തെ എന്താണ് ഈ ഒരുമിപ്പിക്കുന്ന ഘടകം എന്താണ്? ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തെ ഒരുമിപ്പിക്കുന്ന ഘടകം ഇസ്രായേലിൽ ഇപ്പോൾ ഭരണം നടത്തുന്ന സയണിസ്റ്റുകളും ഇന്ത്യയിൽ ഭരണം നടത്തുന്ന BJPയും തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായ ഹൃദയ ഐക്യമാണ് ഈ രണ്ട് രാജ്യങ്ങളെയും ഒരുമിപ്പിക്കുന്ന ഘടകം. അങ്ങനെ വന്നതുകൊണ്ടാണ് 2014 ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ ഈ നയത്തിൽ വളരെ കാതലായ പൊളിച്ചെഴുത്തുണ്ടാവുകയും പരസ്യമായി തന്നെ ഇസ്രായേലിൻ്റെ ഈ വംശഹത്യ ഉൾപ്പെടെയുള്ള നടപടികളെ അനുകൂലിക്കുന്ന തരത്തിലേക്ക് നമ്മൾ വരികയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ വളരെ തന്ത്രപരമായ ഒരുപാട് ആയുധങ്ങൾ വാങ്ങിക്കുന്നു, മറ്റ് കാർഷിക രംഗത്ത് നമ്മൾ ഒരുപാട് സഹകരണം അവരുമായിട്ട് ഉണ്ടാക്കുന്നു. ഈ തരത്തിൽ വളരെ വലിയ തരത്തിലുള്ള ബന്ധം ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഇന്ന് രൂപപ്പെടുത്തിയെടുത്തതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ എന്ന് പറയുന്നത് സയണിസവും ഇന്ത്യയിലെ ഭരണം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും തമ്മിലുള്ള ഒരു ഐക്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഇസ്രായേൽ എന്ത് കൊള്ളരുതായ്മ അന്തർദേശീയ തലത്തിൽ കാണിച്ചാലും ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഐക്യരാഷ്ട്ര സഭയിൽ ഈ ഇസ്രായേലിനെതിരായിട്ടൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും നിർണായകമായ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഇസ്രായേലിൻ്റെ ഈ കൊള്ളരുതായ്മയ്ക്കെതിരായിട്ട് സംസാരിക്കാനോ ശബ്ദമുയർത്താനോ വോട്ട് ചെയ്യാനോ ഇന്ത്യ തയ്യാറാവില്ല. കാരണം അങ്ങനെയാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ തരത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായ നമ്മുടെ അടുപ്പം അത്ര വളരെ ശക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയത്തില്ല ഇന്ത്യ പോലുള്ള ഒരു രാജ്യം, നമ്മുടെ രാജ്യം നേരത്തെ എടുത്തിരുന്ന, അതായത് നമ്മൾ പറയുന്നു ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡറാണ് നമ്മൾ, ഗ്ലോബൽ സൗത്തിൻ്റെ ഭാഗമാണ് വാസ്തവത്തിൽ ഇറാൻ എന്ന് മാത്രമാണോ? ഇറാനും നമ്മളുമായിട്ട് വളരെ അടുത്ത ബന്ധം, എന്താണ് സിവിലൈസേഷണൽ റിലേഷൻ, ട്രഡീഷണൽ റിലേഷൻ, അതുമാത്രമാണോ? ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യമാണ് ഇറാൻ. അതായത് ഈ പറഞ്ഞ ഭരണകൂടത്തിൻ്റെ മാറ്റങ്ങൾ വന്നതോട് കൂടിയിട്ടാണ് അമേരിക്കയിലെ കൊണ്ടോലിസ റൈസ് വന്ന് പറഞ്ഞു നിങ്ങൾ ഈ പോളിസിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇറാനെതിരായിട്ടുള്ള നിലപാടെടുക്കണം എന്നൊക്കെ പറഞ്ഞതിനെ തുടർന്നാണ് നമ്മൾ അവരുടെ ഉപരോധത്തെ തുടർന്ന് എണ്ണ പൂർണ്ണമായി ഇറക്കുമതി ചെയ്യുന്ന നിർത്തി. നമ്മൾ അറിയേണ്ട കാര്യം ഇന്ത്യയിലെ നിരവധി എണ്ണ ശുദ്ധീകരണശാലകൾ ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണ ശുദ്ധീകരിക്കുന്ന കേന്ദ്രങ്ങളായിരുന്നു. ആ ഇറക്കുമതി നിർത്തിയോട് കൂടിയിട്ട് അതിനകത്തെല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ നമ്മളുമായിട്ട് വളരെയധികം ചരിത്രപരമായും സാംസ്കാരികമായും വ്യാപാരപരമായും ഒക്കെ ബന്ധം ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. ഇറാനിൽ എന്താ ഉള്ളത്? ചബഹർ പോർട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യാണ്. ചബഹർ പോർട്ട് എന്ന് പറയുന്നത് പാകിസ്ഥാനിലൂടെ നമുക്ക് പോകാത്തതുകൊണ്ട് അറബിക്കടലിലൂടെ ചെന്നിട്ട് ഇറാനിലൂടെയും ഇറാനിലും പിന്നെ അഫ്ഗാനിസ്ഥാനിലും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സംഭവമാണ്. അപ്പോൾ ആ ഇറാനെ ഇസ്രായേൽ ഈ നിയമവിരുദ്ധമായി ആക്രമിച്ചിട്ട് അതിനെതിരെ കമാ എന്നൊരു അക്ഷരം മിണ്ടാൻ ഇന്ത്യക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ ചബഹർ പോർട്ട് പോലെയുള്ള സംഗതികളിൽ എന്ത് സഹകരണമാണ് ഇറാനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? യെസ്, താങ്കൾ പറഞ്ഞത് കാര്യമാണ്. TP ശ്രീനിവാസൻ, ഒരുപക്ഷെ നമുക്കറിയാം ഈ അതിർത്തിയിൽ യുദ്ധമുണ്ടാകുമ്പോൾ അത് രാജ്യത്തെ വല്ല രീതിയിൽ ബാധിക്കാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നെതന്യാഹു അടക്കം ഇസ്രായേലിൽ നേരിടുന്ന വലിയ പ്രതിസന്ധി, അഴിമതി ആരോപണ വിധേയനാണ്.
അതോടൊപ്പം തന്നെ അമേരിക്കയിൽ ഇപ്പോൾ ട്രംപിൻ്റെ സ്ഥിതി അത്ര നല്ല രീതിയിലല്ല. അവിടെ ജനങ്ങൾ തന്നെ തിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, മസ്കുമായി തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നു, വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ നടക്കുകയാണ്. ഈ ആഭ്യന്തരമായ പ്രശ്നങ്ങൾ അടക്കം ഇതിനെ ബാധിക്കുന്നുണ്ടോ നിലവിൽ? ഒരു രാജ്യത്തിൻ്റെ ഇപ്പം നെതന്യാഹു നേരിടുന്ന പ്രശ്നം കൂടി ഈ യുദ്ധത്തിലേക്ക് ചേർക്കുന്നുണ്ടോ കാര്യങ്ങളെ? നമ്മുടെ ആ ചർച്ച അതാണോ? നമ്മുടെ ചർച്ച എന്താണ്? അമേരിക്ക അല്ലെങ്കിൽ ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത് ശരിയാണോ എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. തീർച്ചയായും അതിൽ ഞാനൊന്ന് പറഞ്ഞു ഈ ഭാഗവും കൂടി ഒന്ന് പരാമർശിക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇവരെ ഷൗട്ട് ചെയ്ത് ഇസ്രയേൽ മോശമാണ്, അമേരിക്ക ചീത്തയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് യാതൊരു അർത്ഥവുമില്ല. അതെല്ലാം എല്ലാവർക്കും അറിയാമല്ലോ അതൊക്കെ. പക്ഷെ ഈ ചർച്ച നടത്തുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് ഇതിന്റെ ഭാവി എന്തായിരിക്കും, അതിൽ നമുക്ക് എന്താണ് ഗുണമുണ്ട്, അതൊന്നുമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ കള്ളന്മാരാണ് കൊള്ളക്കാരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ പ്രയോജനം? അല്ല, താങ്കൾ സ്വാഭാവികമായിട്ട് താങ്കൾ ഒരു ഡിപ്ലോമാറ്റിക് പോയിന്റിൽ ആണ് സംസാരിക്കുക. പക്ഷേ ഇതിനകത്ത് മനുഷ്യത്വപരമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. കാരണം ഒരു വലിയ തരത്തിലുള്ള ആക്രമണം, വലിയ തരത്തിലുള്ള മനുഷ്യത്വത്തിനെതിരായ ആക്രമണം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയുടെ പിന്തുണയോടുകൂടി. പലസ്തീനിൽ 20 മാസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന, ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കുരുതി, അതിന് പിന്നാലെ ഇറാനിൽ ആക്രമണം നടത്തുമ്പോൾ ഇത് ലോക മനസാക്ഷിക്ക് ഏൽപ്പിക്കുന്ന വലിയൊരു മുറിവുണ്ട്. അത് വല്ലാത്ത തരത്തിലേക്ക് ലോകരാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നുണ്ട്. അതിൽ എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്ന് കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? താങ്കൾ സംസാരിച്ചത് ശരിയാണ്. താങ്കൾ ഒരു അംബാസഡറാണ്, വിവിധ മേഖലകളിൽ ജോലിയെടുത്തിട്ടുണ്ട്. അവിടെ നമുക്കെന്ത് കോട്ടം അവർക്കെന്ത് നേട്ടം എന്ന തരത്തിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് ഇതിനൊരു മാനുഷിക വശവും കൂടി ഇല്ലേ നിലവിൽ? തീർച്ചയായിട്ടും മാനുഷിക വശമുണ്ട്. അത് നമ്മൾ സംസാരിച്ചിട്ടില്ലേ, നമ്മൾ പറഞ്ഞിട്ടില്ലേ ഇസ്രായേലിന്റെ ആക്രമണം ഗാസയിൽ ശരിയല്ല എന്ന് ശക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലേ? അതിൽ കൂടുതൽ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? അതുകൊണ്ട് നമുക്കിത് നോക്കേണ്ടത് ഇത് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അതിലിപ്പോ നമ്മളും കൂടെ ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതേ സമയത്ത് തന്നെ ഇറാൻ ചെയ്യുന്ന തെറ്റുകളും കൂടെ നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ പറ്റുള്ളൂ. ഇപ്പൊ ഇസ്രായേൽ എന്തുകൊണ്ടാണ് അവർ ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുന്നത് അവർ പറയുന്നുണ്ട്. കാരണം അവരുടെ എക്സിസ്റ്റൻസ് ഈസ് ത്രെറ്റൻഡ് ബൈ ദ റെസ്റ്റ് ഓഫ് അറബ് വേൾഡ്. അതുകൊണ്ടാണ് അവർ തുടങ്ങിയത്. ഇപ്പൊ അത് അവർ ആക്റ്റീവായിട്ട് പെർസ്യൂ ചെയ്യുന്നില്ല. ആ സമയത്താണ് ഇറാൻ ഇത് സ്ട്രെങ്തൻ ചെയ്യുന്നത്. അപ്പൊ ആ ബാലൻസ് ഉണ്ടാക്കാൻ വേണ്ടി അവർ പറയുന്നു ഡോണ്ട് ഇൻഡൾജ് ഇൻ ദിസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റി. അതേ ഉള്ളൂ ഇതിനകത്ത്. അത് പക്ഷേ അവര് ഈ ഇസ്രായേലും അമേരിക്കയും എടുക്കുന്നതിനകത്തെല്ലാം ഒരു ഇംബാലൻസ് ഉണ്ട്, അതാണ് പ്രശ്നം. അതെ, നമ്മളതിനെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ ആംഗിളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയല്ല കാണേണ്ടത്. നമ്മളിതിന്റെ ഒരു പ്രശ്നമായിട്ട് ഇത് കണക്കാക്കണം. ഇപ്പൊ ഒരു ലോകമഹായുദ്ധം ഉണ്ടാകാൻ ആർക്കും താല്പര്യമില്ല. അപ്പൊ ഇത് റിസ്ട്രെയിൻ ചെയ്യാണ് വേണ്ടത്. നമ്മളിങ്ങനെ വിളിച്ചു കൂവിയിട്ട് യാതൊരു അർത്ഥവുമില്ല. അവർ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് എങ്ങനെ അത് റെസ്ട്രെയിൻ ചെയ്യാം. നമ്മുടെ പ്രധാനമന്ത്രി ഈ പുടിനോട് പറഞ്ഞില്ലേ, ദിസ് ഈസ് നോട്ട് ദ ഇറ ഫോർ വാർ. അത് നമ്മൾ പറഞ്ഞു, വിൽ ബി ഹാപ്പി ടു സേ ദാറ്റ് ടു ദി ഇസ്രായേലീസ് ഓൾസോ, അമേരിക്കൻസ് ഓൾസോ വിൽ സേ ദാറ്റ്. അതുകൊണ്ടാണ് നമുക്കിത് ജനറലി അക്സെപ്റ്റബിലിറ്റി ലോകത്തുള്ളത്. കാരണം നമ്മളൊരു മോഡറേറ്റ് വ്യൂ ആണ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്നത്തെ ചർച്ചയിൽ ഒരു മോഡറേറ്റ് വ്യൂ ഇല്ല. വി ആർ ജസ്റ്റ് ഷൗട്ടിങ് അറ്റ് ഇസ്രായേൽ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. നമുക്കൊരു റിലേഷൻഷിപ്പ് ഇല്ലേ യുഎസുമായിട്ട്? എങ്ങനെയാണ് നമ്മൾ റിലേഷൻ സ്ഥാപിച്ചത്? അല്ല, താങ്കൾ പറഞ്ഞത് തന്നെയാണ്. അത്തരത്തിലൊരു റിലേഷൻസ് ഉണ്ട്, ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉണ്ട്. ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉണ്ടായിരുന്നപ്പോൾ പോലും നമ്മുടെ മുന്നിൽ ചരിത്രമുണ്ടായിരുന്നു, ചേരിചേരാ നയമുണ്ടായിരുന്നു, നെഹ്റുവിയൻ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇവിടെ ഏകപക്ഷീയമായ ഒരു ആക്രമണം നടത്തുമ്പോൾ നമ്മൾ ഡിപ്ലോമാറ്റിക് ആ റിലേഷൻസും അപ്പുറത്തേക്ക് നമ്മൾ എടുക്കേണ്ട ചില നിലപാടുകളുണ്ട്, ഇന്ത്യ ആസ് എ ഒരു ജനസമൂഹം എന്ന തരത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നമ്മൾ തന്നെ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കേണ്ടി വരികയും ചെയ്തത്. ശ്രീ ടി.പി. ശ്രീനിവാസൻ, ഏതായാലും സമയപരിമിതി മൂലം ഇടപെടുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ടി.പി. ശ്രീനിവാസൻ, ജോസഫ് ആൻ്റണി, എം ഷിനാസ്.